Hi, good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതെ. ഓക്കെ, താങ്ക് യു. വിംബിൾ അക്കാഡമിയുടെ അണ്ടറിൽ റെമഡിയേറ്റേഴ്സ് ക്ലബിന്റെ ഭാഗമായി നടത്തി വരുന്ന പാരന്റ് വെബിനാർ സീരീസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. എൻ്റെ പേര് ഷെജീല എന്നാണ്. വിംബിൾ അക്കാഡമിയിൽ റെമഡിയൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ഈ ഒരു പാരന്റ് വെബിനാർ സീരീസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സൈക്കോളജിസ്റ്റ്, ടീച്ചേഴ്സ്, റെമഡിയൽ ട്രെയിനേഴ്സ് ഇവരൊക്കെ ആയിരിക്കും ക്ലാസ് ലീഡ് ചെയ്യുക. നമുക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്ന വിംബിളിനും ഫൈസൽ സാറിനും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. അതുപോലെ ജോയിൻ ചെയ്ത എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി, സ്ലോ ലേണർ ആൻഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് മമത സുനിൽകുമാർ മാം ആണ്. മാം സൈക്കോളജിക്കൽ കൗൺസിലർ ആണ്, റെമഡിയൽ ട്രെയിനർ ആണ്, കൂടാതെ NLP പ്രാക്ടീഷണർ കൂടിയാണ്. മാമിനെ ഈ ഒരു സെഷനിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം. താങ്ക് യു മാം. താങ്ക് യു സജീല മാം സോ മച്ച്. ഞാൻ ആദ്യം എന്നെ പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം. ഓക്കെ, എൻ്റെ പേര് മമത. ഞാൻ 2023 മുതൽ സൈക്കോളജി ഫീൽഡിലുണ്ട്. ഞാനൊരു 3 years ആയിട്ട് കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ MA സൈക്കോളജി ആണ് പഠിച്ചത്, ക്ലിനിക്കൽ ആയിരുന്നു. ഇപ്പോൾ ഞാൻ വിംബിൾ അക്കാഡമി തന്നെയാണ് ഞാൻ റെമഡിയൽ ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. ഒരു പുതിയൊരു ഫീൽഡാണ്. ഞാൻ ഈ ഇയറിലാണ് ഞാൻ ഇപ്പോൾ റെമഡിയൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിലേക്ക് കയറുന്നത്. സോ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. സോ അത്രയുള്ള എന്നെ പറ്റി. ഇപ്പൊ നമുക്ക് ഇന്ന് സമയം കളയാതെ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഒരു റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ചാറ്റിൽ റെസ്പോണ്ട് ചെയ്താലും മതി. ക്ലിയർ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, കേൾക്കുന്നുണ്ടോ എന്ന് അറിയാനാ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാം. എങ്കിലേ എനിക്ക് ബാക്കി പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാവരും ആക്റ്റീവ് ആയിട്ടിരിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ് മാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്ലോ ലേണർ വേഴ്സസ് ലേണിംഗ് ഡിസബിലിറ്റി വേഴ്സസ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. ഇത് മൂന്നും തമ്മിൽ നമുക്ക് എപ്പോഴും മാറിപ്പോവാറുണ്ട്. അതായത് നമുക്കിപ്പം കേൾക്കുമ്പോൾ നമുക്കെല്ലാം സെയിം ആയിട്ട് തോന്നുമെങ്കിലും ഇത് മൂന്നും എൻ്റയർലി ഡിഫറെന്റ് ആണ്. അതായത് ഒരു കുട്ടി പഠിക്കുന്നതിൽ അല്ലെങ്കിൽ അക്കാഡമിക്സിൽ കുറച്ച് പിന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ, ഇപ്പൊ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പാരന്റ്സ് ആയിക്കോട്ടെ, അവരെ ഒരു മിസ്ഇൻട്രപ്റ്റ് ചെയ്യുന്നത് അവർക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആണ്, അല്ലെങ്കിൽ അവർക്ക് IQ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ അവർ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. സോ അതിന് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ വേണം. ഒരു പാരന്റ് ആയാലും ഒരു സ്റ്റുഡന്റ് ആയാലും നമ്മളിപ്പോ ഒരു സൈക്കോളജിസ്റ്റ് ആയാലും കൗൺസിലർ ആയാലും നമുക്ക് എല്ലാവർക്കും പൊതുവെ ഉണ്ടാവേണ്ട ഒരു അവയർനെസ് ആണിത്. നമുക്കിതെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അതാണ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം തന്നെ. ഒരു റെമഡിയൽ ട്രെയിനറിന്റെ തന്നെ ഏറ്റവും വലിയൊരു മെയിൻ ഒരു എന്താ പറയാ, സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് തന്നെ ആ കുട്ടി ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ സ്ലോ ലേണർ ആയിട്ടുള്ള ഒരു കുട്ടിയെ LD ഉള്ളൊരു കുട്ടിയായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ അവിടെ വരുന്ന പ്രോബ്ലംസ് അത് നമ്മൾ തിരിച്ചറിയണം. ഒരു പാരന്റ് അത് തിരിച്ചറിയുന്നതിൽ അവർക്ക് എന്തെങ്കിലും ഫെയിലിയർ പറ്റിക്കഴിഞ്ഞാൽ ഒരു എൻ്റെ ലൈഫ് തന്നെ പ്രശ്നത്തിലാവും. അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നമായിരിക്കും, ചിലപ്പോൾ ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഓക്കെ ആവുന്ന ഒരു കാര്യമായിരിക്കും. നമ്മളൊരു ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ടൊക്കെ ചില പാരന്റ്സ് പെട്ടെന്ന് ടെൻഷൻ അടിച്ചിട്ട് കൗൺസിലർ അടുത്തൊക്കെ കൊണ്ടുവന്നിട്ട് പറയും LD പ്രശ്നമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പഠന വൈകല്യം ഉണ്ടെന്ന് ഡൗട്ടാണ് എന്നൊക്കെ പറയും. അപ്പൊ ആ കുട്ടിയുടെ കോൺഫിഡൻസിനെ തന്നെ അത് ബാധിക്കുന്ന ഒരു ലെവലിലേക്ക് അത് കൊണ്ടുപോകും. അപ്പൊ നമുക്ക് ഇത് ഓരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഇത് മൂന്നും എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയുക. അതിനുശേഷം നമുക്കിത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതായിരിക്കും സെക്കൻഡ് പറയുക. മൂന്നാമത് ഈ മൂന്നിനും നമ്മൾ കൊടുക്കുന്ന ഡിഫറെന്റ് ഇന്റർവെൻഷൻസ് എങ്ങനെയാണെന്നുള്ളതാണ്. മൂന്നിനും ഡിഫറെന്റ് ഇന്റർവെൻഷൻസ് ആയിരിക്കും വരാം. അപ്പൊ ഈ മൂന്നുമായിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് മാക്സിമം നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഡൗട്ട്സ് വരും ഒരു പാരന്റിനോ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഫീൽഡ് നിൽക്കുന്ന ആൾക്കാർക്ക് പൊതുവേ ചില ഡൗട്ട്സ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ വരാറുണ്ട്. യൂഷ്വൽ ആയിട്ടുള്ള കോമൺ ഡൗട്ട്സ് അതെന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കും, അതിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഇത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം.
ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ലോ ലേണർ ആണ് വരുന്നത്. സ്ലോ ലേണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനത്തെ കുട്ടികൾക്ക് എന്ന് പറയുമ്പോഴത്തേനും അവർക്ക് ഒരു ബിലോ ആവറേജ് ഇന്റലിജൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് അവർ അക്കാഡമിക് സ്കിൽസിൽ സ്ലോ ആണ്, പക്ഷേ ആ കുട്ടിക്ക് എന്താണ്, റെപ്പിറ്റേഷൻ ആണ് അവിടെ ആവശ്യം. അവര് കാര്യങ്ങൾ റിപ്പീറ്റേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർ റെഡി ആവുക. അല്ലാതെ ഈ കുട്ടികൾക്ക് ഒരു ഡിസോർഡറോ അല്ലെങ്കിൽ ഡിസബിലിറ്റിയോ അല്ല. സ്ലോ ലേണർ ഈസ് നോട്ട് എ ഡിസോർഡർ ഓർ ഇറ്റ്സ് നോട്ട് എ ഡിസബിലിറ്റി. ഇതൊരു സ്ലോ ലേണിംഗ് ആണ് അവർക്ക്, അത് മാത്രമേ ഉള്ളൂ. ചില കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, ചില കാര്യങ്ങൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ പഠിക്കും, ചില കുട്ടികൾ എഴുതുമ്പോൾ തന്നെ അവരുടെ ബ്രെയിൻ സ്റ്റോർ ആവും. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു കാര്യം പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോഴാണ് അവർക്ക് ആ കാര്യം മനസ്സിലാവുന്നത്. പക്ഷെ അവർക്ക് മനസ്സിലാവും, പക്ഷെ അവരത് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ അവർ സ്ലോ ആയിപ്പോകും. എക്സാമിനായാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് സമയത്തിന് അത് എഴുതി തീർക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അവർക്ക് മാർക്ക് കുറയുക. അപ്പം ഓട്ടോമാറ്റിക്കലി അവർ എന്ത് ചെയ്യും, അക്കാഡമിക്കലി പൂർ ആയിട്ട് മാറും. ഇത് നമുക്ക് എന്താ, ഇത് കംപ്ലീറ്റ്ലി നമുക്ക് സപ്പോർട്ട് ചെയ്ത് നോർമലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് സ്ലോ ലേണിംഗ്. ട്രെയിനിങ് വേണം, റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഫ്രീക്വന്റ് ആയിട്ട് കൊടുത്താലാണ് അവർ ഓക്കെ ആവുക. അപ്പം ഇവർക്ക് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ലോ ആവറേജ് റേഞ്ചിലാണ് ഇവരുടെ ഇന്റലിജൻസ് പോവുക. അതായത് ഒരു 80 to 90 റേഞ്ചിലായിരിക്കും ഈ കുട്ടികൾ വരിക. ഇവർക്ക് എല്ലാം പഠിക്കാൻ പറ്റും, പക്ഷെ അവർ സ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതിലും ഒരു സ്ലോ ആയിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ന് പറയുമ്പോഴത്തേനും മെമ്മറി പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഇവർ പെട്ടെന്ന് മറന്നുപോകും. അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സബ്ജക്ട് കെമിസ്ട്രി, ഫിസിക്സ് പോലെയൊക്കെയുള്ള ഒത്തിരി ഡീപ്പ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് വരുന്ന ചില സബ്ജക്ട്സ് ഇല്ലേ, അങ്ങനെയുള്ള അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഇവർ കുറേ സ്ട്രഗിൾ ചെയ്യും. അതേസമയം തിയറി ഒക്കെ അവർക്ക് കേട്ടാലും മനസ്സിലാവും, പക്ഷേ അത് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ബാക്കി കുട്ടികൾ പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്ത് പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തന്നെ കുറെ ടൈം വേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു കുറച്ച് ബാക്കിലേക്ക് ആയിപ്പോവും അവര്. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എഴുതുന്നതിലാണെങ്കിലും പഠിക്കുന്നതിലാണെങ്കിലും മനസ്സിലാക്കുന്നതിലാണെങ്കിലും ഒക്കെ ഇവർക്ക് ഈ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കൽ ലേണിംഗ് ആണ് കൂടുതൽ വർക്ക് ആവുക. അതായത് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും അവരെ കൊണ്ട് നമ്മൾ അടുത്തിരുത്തി സ്പീഡൊക്കെ എഴുതിപ്പിച്ച് ഒരു ടൈം ലിമിറ്റ് ഒക്കെ കൊടുത്ത് പതുക്കെ അവർ സ്പീഡാക്കി എടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരു പ്രാക്ടിക്കൽ ലേണിംഗ് ആണ് കുറച്ചും കൂടി ഇവരെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇവരൊരു എക്സാം പാസ്സാവുകയാണെങ്കിൽ തന്നെ അത് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടായിരിക്കും. അതായത് പല കുട്ടികളും പഠിക്കുന്നത് പല രീതിയിലാണ്. ഓക്കെ, ചില കുട്ടികൾക്ക് കേട്ടാൽ തന്നെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും, ലിസണിങ് വഴി പഠിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് റീഡ് ചെയ്യണം, അല്ലെങ്കിൽ ചിലർക്ക് എഴുതി പഠിക്കണം. അപ്പൊ ഇങ്ങനത്തെ കുട്ടികൾ എന്ന് പറയുമ്പം എന്ത് ചെയ്താലും ഇവർ എക്സ്ട്രാ ഒരു എഫേർട്ട് ഇടേണ്ടി വരും എല്ലാ കാര്യത്തിലും, എങ്കിൽ മാത്രമേ അവർ എക്സാം പാസ്സാവുള്ളൂ. ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും. അപ്പം നമ്മളിപ്പം ഈ ഒരു സ്ലോ ലേണറിന്റെ ഒരു കാറ്റഗറി പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്നത് ഇവർ സ്ട്രഗിൾ ചെയ്യുന്നത് എബിലിറ്റിയിലല്ല, അല്ലെങ്കിൽ ഇവരുടെ കഴിവിലല്ല ഇവർ സ്ട്രഗിൾ ചെയ്യുന്നത്, മറിച്ച് സ്പീഡ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലാണ്. സ്പീഡാണ് ഇവർക്ക് കുറവ്, അല്ലാതെ എബിലിറ്റി അല്ല. സോ ഇതൊരു ഡിസബിലിറ്റിയോ ഡിസോർഡറോ അല്ല. ഇതാണ് നമുക്ക് സ്ലോ ലേണർ എന്ന് പറയുന്ന കാറ്റഗറിയെ പറ്റി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് ക്ലിയർ ആണോ? Yes, ma'am. ക്ലിയർ ആണ്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുമ്പോഴത്തേനും ലേണിംഗ് ഡിസബിലിറ്റി. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്ന ഒരു ന്യൂറോളജിക്കൽ പ്രോസസ്സിംഗ് പ്രോബ്ലം ആണ്. അതായത് ഇത് എന്തിനൊക്കെ അഫക്ട് ചെയ്യുന്നത്? റീഡിങ്, റൈറ്റിംഗ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്. ഓക്കെ, ഇവർക്ക് IQ എന്ന് പറയുന്നത് ആവറേജും എബവ് ആവറേജും ആയിരിക്കാം. അതായത് എന്താ പറയാ, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളൊരു കുട്ടിയെ പറ്റി പൊതുവെ ഉള്ളൊരു തെറ്റിദ്ധാരണ ഇവർക്ക് IQ ഭയങ്കര കുറവാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ മിക്ക പാരന്റ്സിനും ഉണ്ട്. IQ ഭയങ്കര കുറവായതുകൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ എഴുതാൻ ബാക്കി കുട്ടികളെ പോലെ എഴുതാനും വായിക്കാനും പറ്റാത്തത്, അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരുത്തുന്നത് ഒക്കെ, അല്ലെങ്കിൽ നന്നായിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റാത്തതിന് IQ കുറവുള്ളത് കൊണ്ടാണ് എന്നൊരു ഭയങ്കര ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ പൊതുവെ കണ്ടുവരുന്നത് LD ഉള്ള കുട്ടികൾക്ക് നോർമലോ അല്ലെങ്കിൽ എബോ ആവറേജ് ആയിട്ടുള്ള IQs ആണ് പൊതുവെ കാണാറ്. അപ്പൊ അതൊരു തെറ്റിദ്ധാരണയാണ്. അതുപോലെ തന്നെ ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇന്റലിജന്റ് ആണ്, പക്ഷെ അവർക്ക് ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. അത് റൈറ്റിംഗിലായിരിക്കാം, റീഡിങ്ങിലായിരിക്കാം, മാത്സിലായിരിക്കാം. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം. അപ്പം നമുക്കൊരു 3 അത് എല്ലാവർക്കും അറിയായിരിക്കും. LD നമ്മളൊരു 3 കാറ്റഗറീസ് ആയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാറുള്ളത്. ഒന്ന് ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ ആൻഡ് ഡിസ്കാൽക്കുലിയ.
ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് റീഡിംഗ് ഡിഫിക്കൽട്ടി ആണ്. റീഡിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറയുമ്പോൾ വായിക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ബുദ്ധിമുട്ടല്ല അവർക്ക്. അതായത് അവർ ലെറ്റേഴ്സ് കാണുന്നത് പോലും റിവേഴ്സ് ഒക്കെ ആയിരിക്കും, റിവേഴ്സിലായിരിക്കും. അതായത് ഒരേപോലെ ഇരിക്കുന്ന ലെറ്റേഴ്സ് ഇവർക്ക് മാറിപ്പോകും. പി, ക്യൂ അല്ലെങ്കിൽ ആർ അങ്ങനത്തെ ലെറ്റേഴ്സ് ഒക്കെ ഇവർക്ക് തിരിഞ്ഞാ കാണുന്നത്. റിവേഴ്സ് റൈറ്റിംഗ് ഉണ്ട്, റിവേഴ്സിൽ അവർ കാണുന്നത്. അതുപോലെ തന്നെ അപ്പം വായിക്കുന്നത് തെറ്റിപ്പോകും. അപ്പൊ ഇതിനെ നമുക്ക് ഡിസ്ലെക്സിയ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. പിന്നെ ഡിസ്ഗ്രാഫിയ ഉള്ള കുട്ടികളുടെ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമായിരിക്കും. നമുക്ക് വായിക്കാൻ പറ്റില്ല, അവർ എഴുതുന്ന എന്താന്ന് നമുക്ക് ഡീകോഡ് ചെയ്യാൻ വലിയ പാടായിരിക്കും. പിന്നെന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര അക്ഷരതെറ്റായിരിക്കും. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും അല്ല, ഒരു സെന്റൻസ് എഴുതിയാൽ തന്നെ അതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗിൽ തന്നെ ഒരു നേരെ ലെവൽ അല്ലാണ്ട് എഴുതുക, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതാണ് ഡിസ്ഗ്രാഫിയ. പിന്നെ ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ പ്രശ്നങ്ങൾ, അതായത് ബേസിക് ആയിട്ടുള്ള മാത്സ് പോലും അവർക്ക് ഒരു 10th എത്തിയാൽ പോലും 10th പഠിച്ചാലും അവർക്ക് ബേസിക് മാത്സ് പോലും ചെയ്യാൻ അറിയാത്ത കുട്ടികളുണ്ട്. അഡീഷൻ പോലും ചെറിയ സിംഗിൾ നമ്പേഴ്സ് പോലും ആഡ് ചെയ്യുന്നതിൽ തെറ്റിക്കുന്ന കുട്ടികളുണ്ട്. ഇങ്ങനെ മെയിൻ ആയിട്ട് ഈ ഒരു 3 കാറ്റഗറിയിലാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റിയെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇനി പറയാനാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ പൊതുവെ ഭയങ്കര ലേസി ആണ് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പാരന്റ്സ് ആയിക്കോട്ടെ, എല്ലാവരും വിചാരിക്കുന്നത് ഈ കുട്ടിക്ക് പഠിക്കാൻ മടിയുള്ളത് കൊണ്ടാണ് മാർക്ക് കുറയുന്നത്. ഒരു കുട്ടി ഒരു സബ്ജക്റ്റിൽ ഫെയിൽ ആയാൽ അല്ലെങ്കിൽ അക്കാഡമിക്കലി മോശമായാൽ ആ കുട്ടി ലേസി ആണ് എന്നല്ല അതിന് അർത്ഥം. മെയിൻ ആയിട്ട് ലേസി ആയിട്ടുള്ളവരുണ്ടാവാം, പക്ഷെ എല്ലാവരും അങ്ങനെ അല്ല. അത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഡ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഡ്യൂട്ടി. പാരന്റ് ആയിരിക്കുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു സബ്ജക്റ്റിൽ മോശമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ എല്ലാ സബ്ജക്റ്റിലും പാസ്സാവുന്നു, ഒരു സബ്ജക്റ്റിൽ മാത്രം ഫെയിൽ ആവുന്നു, അപ്പൊ അതിനർത്ഥം ആ കുട്ടി ലേസി ആണെന്നല്ല, അല്ലെങ്കിൽ പഠിക്കാൻ ആ കുട്ടിക്ക് കഴിവില്ല എന്നല്ല. ആ സബ്ജക്റ്റുമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം മാത്സിൽ ഫെയിൽ ആവുന്നു, ബാക്കി എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്ക് ഉണ്ട്. അപ്പം അതിനെന്തോ പ്രശ്നമുണ്ട് ആ സബ്ജക്റ്റ്, അത് റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പല പാരന്റ്സും മടിയാണ്. ഇന്നത്തെ കാലത്ത് കുറെ അത് മാറി. ലൈക്ക് ഇപ്പൊ നമ്മളെപ്പോലെ ഇപ്പൊ റെമഡിയൽ ട്രെയിനിങ് കോഴ്സസ്, അതിന്റെ റെമഡിയൽ ട്രെയിനിങ് ക്യാമ്പ് അല്ലെങ്കിൽ ഇന്റർവെൻഷൻ പ്രോഗ്രാം, ഇതൊക്കെ വന്നതിന് ശേഷം കുറെ ആൾക്കാർ ഇതിനെപ്പറ്റി നല്ല അവെയർ ആയി. അതാണ് ഇങ്ങനത്തെ ഒരു കോഴ്സുകളുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഒരുപാട് പാരന്റ്സ് ഇപ്പം ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടില്ല, ഒരുപാട് പാരന്റ്സ് ഉണ്ടാവാം. അപ്പൊ ഇങ്ങനത്തെ വെബിനാർ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് വരുന്ന സമയത്ത് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും, നമുക്കതിന്റെ ഒരു ഇൻസൈറ്റ് ഉണ്ടല്ലോ. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ടീച്ചറും പാരന്റും തമ്മിൽ ഒരു PTA മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ടീച്ചേഴ്സ് അക്കാഡമിക്കലി മോശമെന്ന് പറയുന്നു, വീട്ടിൽ വരുന്നു, കുട്ടിയെ തല്ലുന്നു, പണിഷ് ചെയ്യുന്നു, വഴക്ക് പറയുന്നു. ഇതായിരുന്നു അന്ന് കൊടുത്തിരുന്ന ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് പാരന്റ്സ് കുറച്ചും കൂടി കാര്യങ്ങൾ തിരിച്ചറിയുന്ന കൂട്ടത്തിലാണ്. അവര് പ്രശ്നമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർ നേരെ അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകും. അല്ലെങ്കിൽ കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോകും, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കും, ബാക്കി കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ പിന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത്. പക്ഷെ അപ്പൊ നമ്മൾ ബ്രെയിൻ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ബ്രെയിൻ പ്രോസസ് ചെയ്യുന്നത് തന്നെ ഡിഫറെന്റ് ആയിട്ടാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കും. പിന്നെ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക്, LD ഉള്ള കുട്ടികൾക്ക് എല്ലാത്തിനും ആൻസർ അറിയാം, ലൈക്ക് ദേ നോ ദ ആൻസർ. പക്ഷെ അവർക്ക് ആ ക്വസ്റ്റ്യൻ പോലും ഡീകോഡ് ചെയ്യാൻ പറ്റാറില്ല. ക്വസ്റ്റ്യൻ അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ അവർ ഇന്റലിജന്റ് ആണ്. ഈ ഒരു പ്രശ്നം കാരണമാണ് അവർക്ക് പല കാര്യങ്ങളിലും പിഴവ് പറ്റുന്നത് എന്നുള്ളതാണ് ഈ ഒരു കാറ്റഗറി ആൾക്കാരെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ വെക്കേണ്ടത്. ക്ലിയർ ആണോ? LD എന്ന് പറഞ്ഞാൽ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ അത് അല്ലേ, ലേണിംഗ് ഡിസബിലിറ്റി? അങ്ങനെ പറയാം. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്ന് പറയാം. ഏകദേശം നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ അതൊരു ബ്രെയിനിന്റെ ബ്രെയിനിലെ പല ഏരിയാസിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണം അങ്ങനെ വരാം. ഇപ്പം വിഷ്വൽ സ്പേഷ്യൽ ഏരിയയിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഡിസ്ലെക്സിയ പോലുള്ള പ്രശ്നങ്ങൾ വരാം. നമ്മളിപ്പോ കാണുന്നത്, ഇപ്പൊ നമ്മൾ കാണുന്ന പോലെയല്ല കുട്ടികൾ കാണുന്നത്. നമ്മൾ നോർമലായിട്ട് ഒരു ബുക്ക് വായിക്കുന്നത് പോലെയല്ല അവര് ലെറ്റേഴ്സ് കാണുന്നത്, ഡിഫറെന്റ് ആയിട്ടാണ്. അത് അവർ കാണുന്ന ആ ഒരു ബ്രെയിൻ്റെ ആ ഏരിയയിലുള്ള തകരാറാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നമാണ്. ഇതിന് കുറെ ഹിസ്റ്ററി ഉണ്ടാവാം. കാരണം എന്തെങ്കിലും മുന്നേ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ബ്രെയിൻ ട്രോമാസ്, അല്ലെങ്കിൽ ആക്സിഡൻസോ, അല്ലെങ്കിൽ ബ്രെയിൻ ഡാമേജോ, അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള ബ്രെയിൻ ഡാമേജോ. ചില കുട്ടികൾ ഒരു ആക്സിഡന്റിന് ശേഷം LD വന്നിട്ടുള്ള കുട്ടികളുണ്ട്. കാരണം അതിന് മുന്നേ ഒരു കുഴപ്പമില്ല. ഈ ഒരു പ്രശ്നത്തിന് ശേഷം LD ഡെവലപ്പ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അല്ലെങ്കിൽ ജനറ്റിക്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് LDക്ക്. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി പോലെ ജന്മന അല്ലെങ്കിൽ വരുന്ന ഒരു സംഭവം അല്ല LD.
അങ്ങനെ വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ സ്കൂളിലുള്ള വല്ല എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ആ സബ്ജക്റ്റിനോട് പേടി ഉണ്ടായിട്ട് ആ സബ്ജക്റ്റിനോട് ഡിഫിക്കൽട്ടി ഉള്ള കുട്ടികളുണ്ട്. ജനറ്റിക്സ് പരമായിട്ട് ബ്രെയിനിൽ പ്രശ്നം ഉണ്ടായിട്ട് വരുന്നവരുണ്ട്. ഈ പറഞ്ഞ പോലെ ബ്രെയിൻ ഡാമേജ് അല്ലെങ്കിൽ ബ്രെയിനിന്റെ ഏതെങ്കിലും ഒരു ഏരിയ ഡെവലപ്പ് ആയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ തിങ്കിങ് പോലെയോ കോർഡിനേഷൻ പോലെയുള്ള ഏരിയാസ് ഓക്കെ, നമ്മുടെ ഫ്രോണ്ടൽ ലോബ് പോലെയുള്ള ഏരിയാസിൽ കോർഡിനേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ റീസണിങ്ങിലോ ഒക്കെ പ്രശ്നം വന്നാലും LD വരാറുണ്ട്. സോ നമുക്ക് അങ്ങനെ പറയാം, ന്യൂറോളജിക്കൽ പ്രശ്നമാണ്, ഡെവലപ്മെന്റൽ ഡിസോർഡർ ആയിട്ട് പറയാം. ഓക്കെ, ഇന്റലക്ച്വൽ ഡെഫിഷ്യൻസി എന്താ? ലേണിംഗ് ഡെഫിഷ്യൻസി. സെക്കൻഡ് വൺ ഇന്റലക്ച്വൽ അല്ലേ? അതെ അതെ. സെക്കൻഡ് വൺ ലേണിംഗ് ഡിസബിലിറ്റി ആൻഡ് തേർഡ് വൺ ഇനി പറയാൻ പോകുന്നത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. ഓ, പറയാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അതെ, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഇതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്, ഇതുപോലെ അല്ല. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഇതാണ് ശരിക്കും ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്ന് പറയുന്നത്. പക്ഷെ ഇതിന് ഇന്ന ഏരിയ ആണ് ഡാമേജ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് ബ്രെയിനിന്റെ ഈ ഏരിയയിലാണ് തകരാർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവർക്ക് മൊത്തത്തിൽ ഇമ്പയർഡ് ആണ്, ബാക്കി പോലെ അല്ല. ഓവറോൾ ഇമ്പയർമെന്റ് ആണ് ഇങ്ങനെയുള്ള കുട്ടികളിൽ കാണിക്കാറുള്ളത്. പിന്നെ നമുക്കിപ്പം ആഡ് ഓൺ ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് LD. നേരത്തെ പറഞ്ഞതിൽ ഞാൻ ഒരു കാര്യം വിട്ടുപോയി. LD ഒക്കെ നമുക്കൊരു ഒരു സെക്കൻഡ് തേർഡ് സ്റ്റാൻഡേർഡ് ഒക്കെ എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. അതിന്റെ ഒരു സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നത് സെക്കൻഡിലോ തേർഡിലോ ഒക്കെ എത്തുന്ന ആ ഒരു റേഞ്ചിലാണ് ഈ കുട്ടികൾ ഈ സിംറ്റംസ് കാണിക്കുക കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയത്. ഓക്കെ, അപ്പം അടുത്ത ഇന്റലക്ച്വൽ ഡിസബിലിറ്റി നോക്കാം. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് IQ ഭയങ്കര ലോ ആയിരിക്കും. അതായത് അവർക്ക് ബിലോ 70 ആണ്. ഓക്കെ, നമുക്കൊരു 80 to 90 വരെയൊക്കെയാണ് നമുക്കൊരു നോർമൽ ആയിട്ട് നമ്മളൊരു ആവറേജ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് IQ 70ക്കും താഴെയായിരിക്കും, ബിലോ 70 ആണ്. അവരുടെ കോർ ഇഷ്യൂ എന്ന് പറയുന്നത് ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ ആണ്. അതായത് മൊത്തത്തിൽ അവർക്ക് ഇമ്പയർമെന്റ് ആണ് എല്ലാ കാര്യത്തിലും. അതായത് ഓൾമോസ്റ്റ് ബ്രെയിനിന്റെ മെയിൻ ആയിട്ടുള്ള എല്ലാ ഏരിയാസിന്റെ ഫംഗ്ഷനിങ്ങും അവർക്ക് ഇമ്പയർഡ് ആണ്. അതായത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എന്ന് പറയുന്നത് കൊഗ്നിറ്റീവ് ഇന്റലക്ച്വൽ ഫംഗ്ഷനിങ്, അതായത് റീസണിങ്, അതുപോലെ ലോജിക്കൽ ആയിട്ടുള്ള അബ്സ്ട്രാക്ട് തിങ്കിങ്, അതുപോലെയുള്ള തിങ്കിങ് പാറ്റേൺ, സ്പീച്ച് ഡിലേസ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്പീച്ച് ഡിലേ നന്നായിട്ട് വരും. സംസാരിക്കാനൊക്കെ ഒത്തിരി ലേറ്റ് ആവാറുണ്ട് ചില കുട്ടികൾ. അതുപോലെ തന്നെ അവർക്ക് മോട്ടോർ കോർഡിനേഷൻ, അത് എല്ലാവർക്കും ഇല്ല, ചില കുട്ടികൾക്ക് മോട്ടോർ ആൻഡ് കോർഡിനേഷൻ ഇഷ്യൂസ് വരാറുണ്ട്. പിന്നെ ഇമോഷണൽ ബിഹേവിയറൽ പ്രോബ്ലംസ് വളരെ ചുരുക്കമായിട്ട് വളരെ ചെറിയ പെർസെൻറ്റേജിൽ കാണിക്കാറുണ്ട്. ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന അഡാപ്റ്റീവ് ഫംഗ്ഷനിങ് ഒക്കെയാണ്. അതായത് ചില കോൺസെപ്റ്റ്സ് ഒന്നും അവർക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും അവർക്ക് അറിയില്ല. അവർക്ക് എങ്ങനെയാണ് പെരുമാറേണ്ടത് അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. ഒരു കാര്യം ചോദിച്ചാൽ ചിലപ്പോൾ മിണ്ടില്ല, ഭയങ്കര സ്ലോ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക, ചിലപ്പോഴേ റെസ്പോണ്ട് ചെയ്യുള്ളൂ ഇങ്ങനെയുള്ള കുട്ടികൾ. പക്ഷെ എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയും ഓട്ടിസവും സെയിം ആണെന്ന് വിചാരിക്കും. പക്ഷെ രണ്ടും രണ്ടാണ്. ഓട്ടിസം വേറെ, ID വേറെ. ഓട്ടിസം മാത്രമായിട്ട് വരാം, ID മാത്രമായിട്ട് വരാം. ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയും ഓട്ടിസവും ഒരുമിച്ചും വരാം. പക്ഷെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഒരിക്കലും ഓട്ടിസം അല്ല. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ വേറെ കാറ്റഗറിയാണ്. ഓക്കെ, അത് പലപ്പോഴും മാറുന്നതാണ്. എല്ലാവരും ചോദിക്കും IDയും ഓട്ടിസം ഒന്നാണോ, രണ്ടുപേരെയും കാണുമ്പോൾ ഒരുപോലെ ആണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അല്ല, രണ്ടും MRും IDയും സെയിം ആണോ? അതെ 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 അതെ. മെന്റൽ റീട്ടാർഡേഷൻ എന്ന പഴയ പേരാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ അത് മാറ്റി ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ MR യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ID ഉള്ള കുട്ടികൾക്ക് എന്തൊക്കെയായിരിക്കും അവരെ നമുക്ക് കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് എന്ന് പറയുന്നത് സ്പീച്ച് ഡിലേ ആണ്. സംസാരിക്കുന്നതിലുള്ള ഡിലേ. ഒരു കാര്യം ചോദിച്ചാൽ റെസ്പോണ്ട് ചെയ്യാൻ കുറെ ടൈം എടുക്കും. പിന്നെ ജന്മന തന്നെ അധികം സംസാരിക്കാത്ത ആൾക്കാരും ഉണ്ട്. എന്തെങ്കിലും ചോദിച്ചാൽ ചിലപ്പോൾ 1-2 വാക്കൊക്കെ പറയില്ല. അത് ഓൾറെഡി പഠിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന 1-2 വാക്കുകളായിരിക്കും. എന്ത് ചോദിച്ചാൽ അവർ അതേ പറയുള്ളൂ. അത് ഡിലേഡ് ആയിട്ടുള്ള സ്പീച്ച് കാണിക്കാറുണ്ട്. പിന്നെ അവർക്ക് റീസണിങ് ഭയങ്കര പുവറാണ്. ഒരു കാര്യം എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ റീസണിങ്ങോ കൊഗ്നിറ്റീവ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. പിന്നെ അവർക്ക് പല കാര്യങ്ങളും ഡെയിലി ഫംഗ്ഷനിങ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഡെയിലി എന്തെങ്കിലും നമ്മുടെ ഹൈജീൻ ആയിക്കോട്ടെ, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട പല കാര്യം, ഡെയിലി ഫംഗ്ഷനിങ്, ഇതിലൊക്കെ അവർക്ക് ഡിഫിക്കൽട്ടി വരും. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ലൈഫ് ലോങ് സപ്പോർട്ടാണ് ആവശ്യം. അതായത് ലൈഫ് ലോങ് സപ്പോർട്ട് വേണം, ബിക്കോസ് ID ക്യൂറബിൾ അല്ല. പിന്നെ ഏർലി ഇന്റർവെൻഷൻ വളരെ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, കാരണം നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ന്യൂറോപ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ
ആ ഒരു ചേഞ്ചിങ് പാറ്റേൺ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുപാട് വലുതായി കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെന്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പിന്നീട് യൂസ് ഉണ്ടാവില്ല. പക്ഷെ വളരെ ഏർലി സ്റ്റേജ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ മെഷേഴ്സ് അല്ലെങ്കിൽ ഇന്റർവെൻഷൻസ് വഴി നമുക്ക് സപ്പോർട്ട് ചെയ്യാം, കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാം. പക്ഷെ ഒരിക്കലും ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ക്യൂറബിൾ അല്ല. എൽ ഡി ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഭയങ്കര സിവിയർ അല്ല ഞാൻ പറയുന്നത്, എന്നാലും കൺട്രോളബിൾ ആണ് അല്ലെങ്കിൽ മാനേജബിൾ ആണ്. പക്ഷെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അങ്ങനെയല്ല. സിംറ്റംസ് ലൈഫ് ലോങ് കാണിക്കും, അവർക്ക് ലൈഫ് ലോങ് സപ്പോർട്ട് വേണം, കൊടുക്കേണ്ടി വരും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് എന്ന് പറയുമ്പോഴത്തേനും എന്താ പറയാ, ഓക്കെ. ഇനി നമുക്ക് ജസ്റ്റ് ആ ഒരു ജസ്റ്റ് a minute. ഓക്കെ, നമുക്ക് ഈ മൂന്നിന്റെയും ഒരു മെയിൻ ആയിട്ടുള്ള ഡിഫറൻസസ് നോക്കിയാലോ. ലൈക്ക് പെട്ടെന്ന് സമ്മറൈസ് ചെയ്ത് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കീ ഡിഫറൻസസ് ആയിട്ട് നമുക്ക് പറയാം. നമുക്കിപ്പം 3 കാറ്റഗറി നമ്മൾ പറഞ്ഞു: സ്ലോ ലേണർ, ലേണിംഗ് ഡിസബിലിറ്റി, ID. ഓക്കെ, ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നതും അതെങ്ങനെയാണ് ഈ മൂന്നിലും ഡിഫറെന്റ് ആവുന്നതെന്ന് പെട്ടെന്ന് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. അപ്പൊ നമുക്കൊരു ഓവറോൾ ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഐക്യു എടുക്കാം. ഐക്യു എടുക്കാനാണെന്നുണ്ടെങ്കിൽ സ്ലോ ലേണറിന് 80 to 90 ആണ് അവർ റേഞ്ച് കാണിക്കുക. ഓക്കെ, ലേണിംഗ് ഡിസബിലിറ്റിക്കാർക്ക് ഇത് നോർമൽ ആണ്. ID-കാർക്ക് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റിക്കാർക്ക് ഇത് 70ക്ക് താഴെയാണ്, ബിലോ 70 ആണ് കാണിക്കുക. ഇനി പ്രോബ്ലം ഏരിയ എന്നൊരു ഫാക്ടർ എടുത്താൽ സ്ലോ ലേണർ എല്ലാ കാര്യങ്ങളും സ്ലോ ആയിട്ടായിരിക്കും പഠിക്കുക. ഓവറോൾ സ്ലോ ലേണിംഗ് ആണ് അവർക്ക്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയിലായിരിക്കും പ്രശ്നം, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലോ റീഡിങ്ങിലോ റൈറ്റിങ്ങിലോ മാത്രം. ബട്ട് അവർ ഇന്റലിജന്റ് ആണ്, ഒരു ഏരിയയിൽ മാത്രമായിരിക്കും അവർക്ക് പ്രശ്നം ഉണ്ടാവുക. ഇന്റലക്ച്വൽ ഡിസബിലിറ്റിക്കാർക്ക് ഓവറോൾ ഇമ്പയർമെന്റ് ആണ്, അവർക്ക് എല്ലാ കാര്യത്തിലും അവർ ഇമ്പയർഡ് ആണ്. ഓക്കെ, ഗ്ലോബൽ ഡെവലപ്മെന്റ് ഡിലേ ആണ് വരുന്നത്. പിന്നെ ഇനി അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞൊരു കാര്യം എടുത്താൽ ഇവർ എങ്ങനെയാ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. സ്ലോ ലേണർ അത്യാവശ്യം നന്നായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കും, ലേണിംഗ് ഡിസബിലിറ്റിക്കാർക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാവും. പക്ഷെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റിക്കാർക്ക് ഇത് ഡിലേഡ് ആണ്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ പോലും അവർക്ക് ഡിലേ ഉണ്ടാവാറുണ്ട്. ഇനി ഡെയിലി ലിവിങ് സ്കിൽസ് എടുത്തു കഴിഞ്ഞാൽ സ്ലോ ലേണറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വയസ്സിനനുസരിച്ചുള്ള ഡെയിലി ലിവിങ് സ്കിൽസ് അവർക്ക് ചെയ്യാൻ പറ്റും, ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട്. ഇപ്പം എന്തെങ്കിലും ഇപ്പൊ ഹൈജീനെ പറ്റിയിട്ടാണെങ്കിലും സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും സ്കൂളിൽ അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, എല്ലാ കാര്യത്തിനും അവരുടെ വയസ്സിനനുസരിച്ചുള്ള മെച്യൂരിറ്റിയും കാര്യങ്ങളും അവർ കാണിക്കും. അതുപോലെ തന്നെയാണ് ലേണിംഗ് ഡിസബിലിറ്റിക്കാർക്കും. അവർക്ക് കാര്യങ്ങളെല്ലാം നന്നായിട്ട് പെരുമാറാൻ അറിയാം, സംസാരിക്കാൻ അറിയാം, അവർക്ക് ബാക്കിയുള്ള ഫംഗ്ഷനിങ് ഒക്കെ അവർക്ക് ഓക്കെയാണ്. അവർക്ക് ആകെ പ്രശ്നം വരുന്ന ഏരിയാസിൽ മാത്രമാണ് അവർക്ക് ഡിഫിക്കൽട്ടി ഉള്ളൂ. പക്ഷെ ഇന്റലക്ച്വൽക്കാർക്ക് എന്ന് പറയുമ്പോഴത്തേനും ഇതും ഭയങ്കര എന്താ പറയാ ലിമിറ്റഡ് ആണ്. പല കാര്യങ്ങളിലും അവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരിക, ഡിഫിക്കൽട്ടി കാണിക്കാറുണ്ട്. പിന്നെ അക്കാഡമിക് പെർഫോമൻസ് ഈ 3 പേർക്കും എങ്ങനെയാണെന്ന് നോക്കാം. അക്കാഡമിക് പെർഫോമൻസ് വരുമ്പോഴത്തേനും സ്ലോ ലേണർക്ക് അവർ പൊതുവെ എല്ലാ സബ്ജക്റ്റിലും ലോ ആണ്. അതായത് അവർ എല്ലാ കാര്യം പതിയല്ലേ പഠിക്കുക, എല്ലാത്തിലും ഡിലേ ആക്കുമ്പോൾ അവർക്ക് എല്ലാ സബ്ജക്റ്റിലും ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിലും അവർക്ക് മാർക്ക് കുറവായിരിക്കും. കാരണം എല്ലാത്തിലും നമുക്ക് എഴുതുന്നതിൽ ഡിലേ വരുമ്പോഴും പഠിക്കുന്നതിൽ ടൈം എടുക്കുമ്പോഴും ബാക്കി കുട്ടികൾ എക്സാമിന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഓൺ ടൈമിൽ എഴുതി കഴിയുമ്പോൾ ഇവർ എഴുതി കഴിയില്ല, ഇവർക്ക് ടൈം വേണം. എല്ലാവരും പെട്ടെന്ന് എല്ലാ കാര്യം ക്യാച്ച് ചെയ്ത് മനസ്സിലാക്കി പഠിക്കുന്ന സമയത്ത് ഇവർക്ക് കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടണം, കുറച്ച് ടൈം എടുത്ത് പഠിക്കണം. അപ്പൊ ഇവർ കുറച്ച് ബാക്കിലേക്ക് ആയിപ്പോവും. അപ്പം അവര് കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കും. പക്ഷെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ അവർക്ക് ഏത് സബ്ജക്റ്റിലാണോ ബുദ്ധിമുട്ട് അതിൽ മാത്രമേ ഡിഫിക്കൽട്ടി കാണിക്കൂ. അപ്പം എൻ്റെ അടുത്ത് എനിക്ക് അസൈൻ ചെയ്ത കുട്ടിക്ക് ഹിന്ദിയിലായിരുന്നു പ്രശ്നം. ആ കുട്ടിക്ക് മാത്സ് ഏറ്റവും ഇഷ്ടം. നമ്മളൊക്കെ പൊതുവെ മാത്സിനെ പേടിക്കുന്ന സമയത്ത് അവൻ മാത്സ് പാസ്സാവും, ഫിസിക്സ് ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ അവന് ഹിന്ദി പറ്റുകയില്ല, ഹിന്ദിയിൽ ഫെയിൽ ആവും. ഹിന്ദിക്ക് എഴുതാനും വായിക്കാനും ഹിന്ദി എന്ന് പറയുന്ന സബ്ജക്റ്റിനെയാണ് ഇഷ്ടമല്ല, അവന് ഒട്ടും ടഫായിട്ടുള്ള സബ്ജക്റ്റ് അവന് ഹിന്ദിയാണ്. സോ അപ്പം അങ്ങനെയുള്ള ചില കുട്ടികൾക്ക് ആ സബ്ജക്റ്റിൽ മാത്രമാണ് അവർക്ക് പ്രശ്നം ഉണ്ടാവുക. പക്ഷെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റിക്കാർക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് പഠിക്കാൻ മാത്രമല്ല അവർ എല്ലാ ഏരിയാസിലും ഭയങ്കര പുവറാണ്. ഓക്കെ, ഇനി നമുക്ക് ഇംപ്രൂവ്മെന്റ് നോക്കാം. എങ്ങനെയാണ് ഇവർക്ക് ഇംപ്രൂവ്മെന്റ് നമുക്ക് എങ്ങനെയാ വരുന്നത് നോക്കാം. സ്ലോ ലേണർ എന്ന് പറഞ്ഞാൽ അവർക്ക് റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ കൊടുക്കണം. റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള സപ്പോർട്ട് ടീച്ചേഴ്സ് ആയിക്കോട്ടെ പാരന്റ്സ് ആയിക്കോട്ടെ അവരുടെ അടുത്തിരുത്തി അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഓവറോൾ സപ്പോർട്ട് കൊടുത്ത് ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അവരെ സമാധാനപരമായിട്ട് അല്ലെങ്കിൽ അവർ ഇറിറ്റേറ്റ് ചെയ്യാത്ത രീതിയിൽ
ലൈക്ക് ചില ആൾക്കാർക്ക് എന്ന് പറയുമ്പോഴത്തേനും ചില പാരന്റ്സിന് തീരെ ക്ഷമയില്ല, ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ നമ്മൾ ക്ഷമയോടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവത്തുള്ളൂ. കാരണം ബാക്കിയുള്ളവരെ പോലെ അല്ല ഇവർക്ക് കുറച്ച് ക്ഷമ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. പേഷ്യൻസോടെ ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർ ഇമ്പ്രൂവ് ആവുള്ളൂ. അല്ലാതെ ദേഷ്യപ്പെട്ടത് കൊണ്ടോ പണിഷ്മെന്റ് കൊടുത്തത് കൊണ്ടോ ഇവരൊന്നും ഓക്കെ ആവില്ല. അവർ കുറച്ചും കൂടെ വേഴ്സ് ആവുകയുള്ളൂ കാര്യങ്ങൾ. പിന്നെ അവർക്ക് കോൺഫിഡൻസ് പോവും, ലോ എസ്റ്റീം ആവും കംപ്ലീറ്റ് ആയിട്ട്. സോ സ്റ്റോപ്പ് കമ്പയറിങ് ദം വിത്ത് അതേഴ്സ്. മിക്ക പാരന്റ്സും കമ്പയർ ചെയ്താണ് കുട്ടികളെ പിന്നെ സ്ലോ ലേണേഴ്സിനെ പൊതുവെ LD-കാർക്ക് LD ആന്ന് പറഞ്ഞാൽ പിന്നെ സപ്പോർട്ട് കിട്ടും. പക്ഷെ സ്ലോ ലേണർക്ക് ആ സപ്പോർട്ട് പോലും ഇല്ല, ലേസി ആന്ന് പറയും, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ തുടങ്ങും. അത് അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കും. സോ പല കാര്യങ്ങളും നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് അവരെ പഠിപ്പിക്കേണ്ടി വരും. സോ വിത്ത് റെപ്പിറ്റേഷൻ അവർക്ക് മാറ്റം ഉണ്ടാവും. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് നമ്മൾ കൊടുക്കാം. ഇപ്പൊ ഡിസ്ലെക്സിയ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അതിന്റെ ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഡിസ്ഗ്രാഫി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആക്ടിവിറ്റീസ്, പിന്നെ മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കും ആക്ടിവിറ്റീസും കൊടുക്കുക. ഇപ്പൊ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്താണ് അവർ റെഡി ആവുന്നത്. ഓക്കെ. ഇനി ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണെങ്കിൽ അവർക്ക് ഫങ്ഷണൽ ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്. അത് നമുക്ക് ഇന്റർവെൻഷൻ ഏരിയ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ എന്താ പറയാ, ഇനി കാര്യങ്ങളൊക്കെ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇൻഡിപെൻഡൻസ് വരികയാണെങ്കിൽ സ്ലോ ലേണർ ഇൻഡിപെൻഡന്റ് ആയിട്ട് എല്ലാം ചെയ്തോളൂ. അവർക്ക് കാര്യങ്ങൾ തന്നെത്താനൊക്കെ ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്കും എല്ലാ കാര്യം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അവർക്ക് കളിക്കാൻ പോകാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് സ്കൂളിൽ പോവാം, ബാക്കിയുള്ള കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, വീട്ടിൽ നല്ല രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാം ഓക്കെയാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ സ്വന്തം കാര്യം അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്റലക്ച്വൽ ഡിസബിലിറ്റിക്കാർക്ക് എല്ലാത്തിനും സൂപ്പർവിഷൻ വേണം. ഒരാളുടെ സൂപ്പർവിഷനോട് കൂടി മാത്രമേ അവർക്ക് ഓരോ കാര്യവും ചെയ്യാൻ പറ്റൂ. എല്ലാത്തിനും ഒരു സപ്പോർട്ട് വേണം. പാരന്റിന്റെ ഒരു കെയർ ഗിവർ ഉണ്ടാവുമല്ലോ, അമ്മമാരായിരിക്കും അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിരിക്കും. എപ്പോഴും അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനും സൂപ്പർവൈസ് ചെയ്യാനും അവർക്ക് ഒരാളെ വേണം, ആവശ്യമാണ്. അപ്പൊ ഇത്രയാണ് നമ്മളൊരു ഓവറോൾ ഡിഫറൻഷിയേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ ഇത്രയും ക്ലിയർ ആണോ? അതെ അതെ. ഓക്കെ. ഇനി നമുക്ക് ഐഡന്റിഫിക്കേഷൻ പറയാം. നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലായി. ഇപ്പൊ നമുക്ക് എന്താണ് ഈ 3 സംഭവങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. നമുക്ക് ഒരു സ്ലോ ലേണറെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അവരുടെ അക്കാഡമിക് സയൻസ്, അവർ കാണിക്കുന്ന അക്കാഡമിക് സയൻസ് കാണുമ്പോഴത്തേനും ഒരു ടീച്ചർക്ക് മനസ്സിലാവില്ലേ? ഉറപ്പായിട്ട് മനസ്സിലാവുമല്ലോ. ലൈക്ക് ഒരു കുട്ടി ടീച്ചർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും എഴുതി കഴിഞ്ഞിട്ടും ഒരു കുട്ടി മാത്രം കുറച്ചേ എഴുതിയുള്ളൂ, എഴുതാൻ ടൈം എടുക്കുന്നു. കാരണം ടീച്ചർ ഒരു കാര്യം ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ കുട്ടി മാത്രം സ്ലോ ആവുന്നു, അല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് അത് നോട്ട് ചെയ്യും. പാരന്റ്സിനോട് സംസാരിക്കാറുണ്ട്, എഴുതുന്നതിൽ കുറച്ച് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ കുറച്ച് സ്ലോ ആണ് എന്ന് പറയുമ്പോൾ അവർക്ക് നോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വായിക്കുന്ന സമയത്താണെങ്കിലും പതിയെ വായിക്കുന്നു, വളരെ സ്ലോ ആയിട്ട് വായിക്കുന്നു, കാര്യങ്ങൾ ഒരു ടാസ്ക് കൊടുത്താൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എക്സ്ട്രാ ടൈം എടുക്കുന്നു, അക്കാഡമിക് പെർഫോമൻസ് ഭയങ്കര ലോ ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതുവഴിയൊക്കെയാണ് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് മനസ്സിലാവുന്നത് കൂടുതലും. ഇത്രയും വലിയൊരു ക്ലാസ് റൂമിൽ ടീച്ചേഴ്സിന് എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല, മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു കുട്ടി ഫ്രീക്വന്റ് ആയിട്ട് ഒരു കാര്യം തന്നെ ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സ് അത് നോട്ട് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്, ലേണിംഗിൽ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഇതുപോലെ നോട്ട് നോക്കി എഴുതാൻ പോലും, ഒരു നോട്ട് എഴുതിയെടുക്കാനോ നോട്ട് നോക്കി എഴുതാനോ അവർ ഒരുപാട് ടൈം എടുക്കും. അതുപോലെ തന്നെ അവർക്ക് പല കാര്യങ്ങളും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പറഞ്ഞാലാണ് അവർക്ക് മനസ്സിലാവുക. ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു സെന്റൻസ് ടീച്ചർ പറഞ്ഞു, എല്ലാവരും അത് കേട്ട് എഴുതി. അപ്പം ഈ സ്ലോ ലേണർ എന്ത് ചെയ്യും? വീണ്ടും ചോദിക്കും. അപ്പം വീണ്ടും ഒരു വാക്ക് എഴുതും, വീണ്ടും ചോദിക്കും. അവർക്ക് എക്സ്ട്രാ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാര്യങ്ങൾ കേൾക്കേണ്ട ഒരു ആവശ്യം വരും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ന് പറയുമ്പോഴത്തേനും എന്താ പറയാ, പ്രാക്ടീസ് ആണ് വേണ്ടത്. പ്രാക്ടീസ് വഴിയാണ് ഇവർ ഇമ്പ്രൂവ് ആവുക, ഫ്രീക്വന്റ് ആയിട്ടുള്ള പ്രാക്ടീസ് വഴി. പിന്നെ എന്താ പറയാ, കുറെ നാള് ഒരു കാര്യം പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർ ഓക്കെ ആകാറുണ്ട്, സ്പീഡ് പതിയെ പതിയെ എൻഹാൻസ് ചെയ്ത് വരും. പണ്ട് ഒരു 3rd 4th പഠിക്കുന്ന സമയത്ത് ഞാൻ എഴുതാൻ ഭയങ്കര സ്ലോ ആയിരുന്നു. അപ്പം എന്റെ PTA മീറ്റിങ്ങിന് ടീച്ചർ പറയും, നോട്ട് എഴുതുന്നതിലൊക്കെ ഭയങ്കര സ്ലോ ആണ് ആള്, എല്ലാവരും എഴുതി കഴിഞ്ഞാലും നോട്ട് എഴുതുന്നതിൽ ഭയങ്കര സ്ലോ ആണെന്ന് പറയും. ഞാനിപ്പോ ജെറ്റ് വിടുന്ന പോലെ എഴുതും, ഭയങ്കര സ്പീഡിൽ എഴുതും ഒരു കാര്യമൊക്കെ. ടീച്ചർ പറഞ്ഞു തീരുന്ന സമയത്ത് എന്റെ പേന ഞാൻ നിർത്തും, അവിടെ എഴുതി കഴിയും. അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായിരുന്നു, ഇപ്പൊ ഞാൻ വളരെ സുന്ദരമായിട്ട് എഴുതും.
അപ്പം അത് എന്താ പറയുക, എഴുതി 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 നമ്മുടെ ബ്രെയിൻ അതിനോടൊത്ത് ആക്ട് ചെയ്യാൻ തുടങ്ങും. കാരണം നമുക്കറിയാം ടീച്ചർ ഇപ്പൊ പറഞ്ഞു കഴിയും, ടീച്ചർ ഇത്രയും സ്പീഡിലാണ് പറയുന്നത്, അപ്പൊ ഞാൻ ഇത്രയും വേഗത്തിൽ എഴുതിയാലേ തീരുള്ളൂ എന്ന് ബ്രെയിനോട് നമ്മൾ പറഞ്ഞ് പ്രോസസ് ചെയ്ത് പിന്നെ പതിയെ പതിയെ ബ്രെയിൻ നമ്മുടെ ആക്ടിവിറ്റീസുമായിട്ട് കോപ്പപ്പ് ആവും ഗ്രാജുവലി. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ മാത്രമാണ് സ്ലോ, എല്ലാവരും എഴുതി കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാണ്, എഴുതി തീരില്ല, വീണ്ടും ഞാൻ മറ്റേ ആളുടെ നോക്കി എഴുതണം. ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴും അടുത്തിരിക്കുന്ന ആളുടെ നോക്കും, ടീച്ചർ പറഞ്ഞു കഴിഞ്ഞാലും അടുത്തിരിക്കുന്ന ആളുടെ നോക്കി ഞാൻ എഴുതുന്നത്, ഞാൻ തീരില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ എന്നെ നോക്കി ആൾക്കാർ എഴുതണം. അപ്പം പതിയെ പതിയെ ഫ്രീക്വന്റ് ആയിട്ടുള്ള പ്രാക്ടീസ്, എഴുതി തന്നെ പഠിക്കണം. സ്പീഡ് കിട്ടണമെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് എഴുതണം, നന്നായിട്ട് എഴുതണം, വായിക്കണം. വായിക്കുന്നതിന് സ്പീഡ് കിട്ടണമെങ്കിൽ നമ്മൾ ഡെയിലി വായിക്കണം, നന്നായിട്ട് വായിക്കണം, സ്പീഡിൽ വായിക്കണം. എന്റെ വായന കേട്ടാൽ ആർക്കും ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല, ഭയങ്കര സ്പീഡിലാണ് പോണേ, എല്ലാം ഭയങ്കര സ്പീഡിലാണ് പോണേ, ആർക്കും ഒന്നും മനസ്സിലാവില്ല. അപ്പം ഫ്രീക്വന്റ് ആയിട്ടുള്ള പ്രാക്ടീസ് വഴിയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഇമ്പ്രൂവ് ആവുള്ളൂ. പിന്നെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് അറിയാം, ലൈക്ക് അവര് പേടിച്ച് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞ് കുറച്ച് അവര് ഭയങ്കര സെൽഫ് എസ്റ്റീം കുറവായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്ക്. അപ്പം അവർക്ക് അറിയാം, പക്ഷെ ആ കുട്ടിക്ക് അറിയാം, ആ കുട്ടിക്ക് ഒരു ഇൻസൈറ്റ് ഉണ്ടല്ലോ. ഇപ്പം എനിക്ക് കുഞ്ഞിലെ അറിയാം ഞാൻ ഭയങ്കരമായിട്ട് സ്ലോ ആണ് എഴുതുന്നതിലെന്ന് എനിക്കറിയാം, ബോധം എനിക്കുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കോൺഫിഡൻസ് കുറവായിരിക്കും. അവരുടെ ബിഹേവിയർ കാണുമ്പോൾ ഒരാൾക്ക് മനസ്സിലാവും ഈ കുട്ടിക്ക് എന്തോ പേടിയുണ്ട് അക്കാഡമിക്സിനോടൊക്കെ എന്നുള്ളൊരു പേടിയുള്ളപ്പോൾ ആൾക്കാർ അത് നോട്ട് ചെയ്യും. പിന്നെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ സ്ലോ ആയതുകൊണ്ട് തന്നെ ഇവർ പല കാര്യങ്ങളും ഒഴിവാക്കും. പല ടാസ്കുകൾ വന്നാൽ, ഇപ്പൊ ടീച്ചർ ഒരു എസ്സേ പറയാനായിട്ട് ഒരു കുട്ടിയെ ഫ്രണ്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞത് ഒരു ഹെസിറ്റേഷൻ ആണ് ഇവർക്ക്. പിന്നെ എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്താൽ, ഇപ്പം അസംബ്ലി ടൈമിലൊക്കെ, അസംബ്ലിയൊക്കെ സമയത്തൊക്കെ നമുക്കൊരു ടാസ്ക് കിട്ടത്തില്ല ഇങ്ങനെ, ലൈക്ക് ഇന്ന ദിവസം ഇന്ന ആള് ഇങ്ങനത്തെ സ്പീച്ച് പറയണം, പോയം പറയണം എന്നൊക്കെ പറഞ്ഞ് ടാസ്ക് കൊടുക്കുന്ന സമയത്ത് ഇവര് നൈസിനെ മുങ്ങും. ഇവരെന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറും, അല്ലെ വേറെ ആരുടെയും തലയിൽ വെച്ചിട്ട് ഇവര് മുങ്ങും. ഇവർക്കറിയാം ഇത് പഠിക്കണമല്ലോ, എസ്സേ ആണല്ലോ, ഇത് ഇത്ര ഉണ്ടല്ലോ, ഇത് പഠിക്കണമല്ലോ. അപ്പം ഇവർക്ക് അല്ലാത്ത കാര്യം പഠിക്കാൻ തന്നെ പാടാണ്. അപ്പം എക്സ്ട്രാ ഒരു ടാസ്ക് ഇവർ എടുക്കില്ല, ഇവരത് അവോയ്ഡ് ചെയ്യും, പല കാര്യങ്ങൾ അവർ അവോയ്ഡ് ചെയ്യും. അതുപോലെ തന്നെ ഇവര് വർക്ക് ചെയ്യും, ഇവർ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവർ എത്ര പണിയെടുത്താലും ഇവർ സ്ലോ ആയി പോകും. എന്റെ കാര്യമാണെങ്കിലും ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു, പക്ഷെ ഹാർഡ് വർക്ക് ഒന്നും കാണുന്നില്ല, എഴുതുന്നതിലൊന്നും കാണുന്നില്ല. നന്നായിട്ട് ബുദ്ധിയുണ്ട്, പക്ഷെ സ്ലോ ആയി പോകും, അങ്ങോട്ട് ഓടി എത്തുന്നില്ല എന്ന് പറയില്ലേ, അതേപോലെ. ഇതൊക്കെയാണ് നമുക്കൊരു സ്ലോ ലേണറിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കീ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ വീട്ടിലോ ഫാമിലിയിലോ ഒക്കെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പഠിക്കുന്നതിൽ ഭയങ്കര സ്ലോ ഒക്കെ ആണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാട്ടോ. ലൈക്ക് നിങ്ങൾ ഇങ്ങനെ അടുത്തെത്തി ഹെൽപ്പ് ചെയ്ത്. ഓക്കെ, ക്ലിയർ ആണോ? മാഡം, ഇവര് ഈ പഠിത്തത്തിൽ മാത്രമായിരിക്കുമോ സ്ലോ? ഇല്ല, അവര് എന്താ പറയുക, പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിക്സിൽ മാത്രമല്ലോ നമ്മളൊരു കാര്യം പഠിക്കുന്നേ. നമ്മളിപ്പം നമ്മുടെ ലൈഫിലുള്ള ഡേ ടു ഡേ കാര്യങ്ങളിലെല്ലാം നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നില്ലേ, അതെല്ലാം ഡിലേ ആയിരിക്കും. അതായത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സ്ലോ ലേണർ എന്നാ പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് അക്കാഡമിക്സ്. ഒരു എക്സാം എഴുതുന്നതിലല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് എന്ത് ടാസ്ക് കൊടുത്താലും ഒരു പതിയെ ചെയ്യുള്ളൂ. ഒരു ഇപ്പം പെട്ടെന്ന് പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഒരു പതിയെ ചെയ്യുള്ളൂ. പൊതുവെ എല്ലാ കാര്യങ്ങളും ഡീകോഡ് ചെയ്ത് പതിയെ പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്ത് അത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് കുറച്ച് ടൈം എടുക്കും. അതാ ഞാൻ പറഞ്ഞ, ഒരു കാര്യം അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരിക്കണം, എങ്കിലും അവർ റെഡി ആക്കുള്ളൂ. ഒരു കാര്യം ഒന്നിൽ കൂടുതൽ വട്ടം പറഞ്ഞാലേ അവർ ചെയ്യുള്ളൂ. അക്കാര്യം അക്കാഡമിക്സിൽ വരുമ്പോഴത്തേനും അക്കാഡമിക് പെർഫോമൻസ് ബാക്കിലോട്ടായി പോകും, അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെയായിരിക്കോ? കളിക്കുന്ന കാര്യത്തിലാണെങ്കിൽ അവർ അങ്ങനെ തന്നെയായിരിക്കോ? കളിയൊക്കെ ഉണ്ടല്ലോ, അവർ ചില ടാസ്ക് അവർ അവോയ്ഡ് ചെയ്യും. ഇപ്പൊ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പൊ ഇങ്ങനെ കളിക്കാൻ പോകുന്നു പറഞ്ഞില്ലേ, ഇപ്പം ഒരു ക്രിക്കറ്റ് വിചാരം, ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഈ സ്ലോ ലേണർ ആയിട്ടുള്ള ഒരു കുട്ടിയെ എന്തൊരു കാര്യത്തിന് ഏൽപ്പിക്കുന്ന സമയത്ത് ഇല്ല അവൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ടാസ്ക് വേറെ ആൾക്ക് കൊടുക്കും. കാരണം അവനറിയാം ആ സമയം അവനെ കൊണ്ടത് പറ്റില്ല എന്നുള്ളത്. കോൺഫിഡൻസ് അവർക്ക് കുറവാ. എന്ത് കാര്യത്തിൽ അവർ മറ്റൊരാളെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ഒരു വിഡ്രോവല, സോഷ്യലായിട്ടൊരു വിഡ്രോവൽ അവർക്ക് വരും. അതുകൊണ്ട് തന്നെ അവർ പല കാര്യങ്ങളും അവർ അറ്റംപ്റ്റ് ചെയ്യാറ് പോലും ഇല്ല. ഇൻ കേസ് അവർ നല്ല ഇന്റലിജന്റ് ആയിരിക്കും, നല്ല കഴിവുള്ള കുട്ടികളായിരിക്കും, പക്ഷെ ഈ ഒരു ഡിഫിക്കൽറ്റി ഉള്ളത് കൊണ്ട് അവർ പല കാര്യങ്ങളും ബോധപൂർവം ഒഴിവാക്കാറാണ് പതിവ്. കാരണം അവർ തല വെക്കില്ല. മെയിനായിട്ട് അവർക്ക് പേടിയാണ്, മെയിനായിട്ട് എന്നെ ജഡ്ജ് ചെയ്യുവോ, അല്ലെങ്കിൽ ഞാനിത് ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും എന്നെ കളിയാക്കുവോ, ലൈക്ക് ഞാൻ കുറച്ച് ബാക്കിയുള്ള കുട്ടികളെക്കാളും എബിലിറ്റി കുറഞ്ഞാന്ന് വിചാരിക്കുവോ, അങ്ങനെ ഒരു പേടിയുണ്ടല്ലോ, പാനിക് ആവുക എന്ന് പറയില്ല, ആൻസൈറ്റി. അത് ഒരു ഏജ് എത്തുമ്പോൾ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവുന്ന ഒരു സാധനമാണ് ആൻസൈറ്റി ഒക്കെ. ഒരു ഫിഫ്ത്ത് സിക്സ്ത് ആ ടൈമൊക്കെ ആകുമ്പോൾ അത് വരാൻ ടൈം ആകും. ആ സമയത്താണ് നമ്മൾ കൂടുതൽ ടെൻഷൻ എടുക്കുന്നത്.
ചെറുപ്പത്തിൽ നമുക്കത് അറിയില്ല, പക്ഷെ കുറച്ചു നാൾ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഈ കമ്പയർ ചെയ്യുന്നതിനൊക്കെ പറ്റി പേടിക്കാൻ തുടങ്ങും. നമ്മൾ മറ്റു കമ്പയർ ചെയ്യപ്പെടുമോ എന്നൊക്കെയുള്ള പേടി കാരണം ഇവർ പല കാര്യങ്ങളും അവോയ്ഡ് ചെയ്യും. പക്ഷെ എല്ലാ കാര്യവും പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഇവർ കയറിപ്പോവും. ലൈക്ക് സപ്പോർട്ടാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഒരു ഓക്കെ ആണ്. സ്ലോ ലേണർ എന്ന് പറയുന്നത് വലിയ പ്രശ്നമല്ല, അത് സപ്പോർട്ട് ചെയ്ത് റെഡി ആക്കാവുന്ന കാര്യമാണ് നമുക്ക്. പക്ഷെ അത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഡെഡിക്കേഷൻ പോലെയാണ് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ. LD പോലെ അല്ല, അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് സപ്പോർട്ട് ചെയ്ത് റെഡിയാക്കാം. ഓക്കെ, ഇനി നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി നോക്കാം. ലേണിംഗ് ഡിസബിലിറ്റി എങ്ങനെയാ കണ്ടുപിടിക്കുക? എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലെറ്റർ റിവേഴ്സൽസ് എന്ന് പറയും. അതായത് ഇവർ ഈ ബി എന്ന് പറഞ്ഞ ലെറ്ററില്ലേ, ലെറ്റർ ബി, ഇത് അവർ ഡി ആയിട്ടാ കാണുക. അതുപോലെ തന്നെ പി എന്ന് പറഞ്ഞ ലെറ്ററിനെ ക്യൂ എന്ന് പോലെ തിരിച്ചു കാണും. അപ്പൊ അവർക്ക് വായിക്കുമ്പോൾ തെറ്റിപ്പോവും. ഓക്കെ, അങ്ങനെയാണ് അവർക്ക് തെറ്റുന്നത്. നമ്മൾ കാണുന്ന പോലെ അല്ല കുട്ടികൾ അത് കാണുന്നത്, ഡിഫറെന്റ് ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ ഇത് ചെറിയ കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും ഒരു ഏജിലുണ്ടല്ലോ ഈ തിരിച്ചു എഴുതുന്ന പരിപാടി. മിക്കവാറും എല്ലാ കുട്ടികൾക്കും തീരെ ചെറിയ പ്രായത്തില്. ഓക്കെ, അത് എന്താ പറയാ, അത് കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് വന്നില്ലെങ്കിൽ പ്രശ്നമില്ല. ഒരു ഏജ് എത്തുമ്പോ ഇപ്പം ചെറുപ്പത്തിൽ എല്ലാവരും തെറ്റിക്കാറുണ്ട്, അത് നമുക്ക് മനസ്സിലാവും. അത് കുറച്ച് കാര്യങ്ങൾ എഴുതി സ്പെല്ലിംഗ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അത് മാറാറുമുണ്ട്. പക്ഷെ വീണ്ടും അവരത് തെറ്റിക്കുമ്പോൾ അത് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ പി ക്യൂ എന്നൊക്കെ പറയുമ്പോൾ കാണുമ്പോൾ രണ്ടും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് കുഞ്ഞു കുട്ടികളെല്ലാം അവര് തെറ്റിപ്പോവും, അവർക്ക് തെറ്റിപ്പോവും. പക്ഷെ ഒരു 5th ഗ്രേഡ് ആയാലും അല്ലെങ്കിൽ 6th ഗ്രേഡ് എത്തിയിട്ടും അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വീണ്ടും അതേ പാറ്റേൺ ആണ് ആ കുട്ടി തുടരുന്നതെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഇവർക്ക് എന്താ പറയാ, ഇവർ എഴുതും പക്ഷെ ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ എഴുതിയാലും അവർക്ക് എഴുതുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല. പിന്നെ അവർ ചില വരികളൊക്കെ സ്കിപ്പ് ചെയ്താ വായിക്കുന്നത്. ഒരു പാരഗ്രാഫ് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ വായിക്കും, സെക്കൻഡ് ലൈൻ ഒരു മിസ് ചെയ്യും. ഒരു മനഃപൂർവ്വം മിസ് ചെയ്യുന്നില്ല, ചിലർക്ക് കാണുന്നുണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിനിന്റെ ഒരു ഏരിയ ഉണ്ട്, വിഷ്വൽ സ്പേഷ്യൽ ഏരിയ. ഇത് ഡാമേജ് ആണെങ്കിൽ, പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ലൈൻ പോലും കാണില്ല. നമ്മൾ കാണുന്നുണ്ട്, ബട്ട് അവർ കാണുന്നതും അവർ പ്രോസസ് ചെയ്യുന്ന വേറെ രീതിയില്ല. അവർ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും. അപ്പൊ ടീച്ചേഴ്സ് വഴക്ക് പറയും, ഇടയ്ക്ക് ഒരു വരി കണ്ടില്ലേ, അല്ലെങ്കിൽ അതെന്താ തെറ്റിച്ച് വായിച്ചു നോക്കും. പക്ഷെ അവരുടെ ബുദ്ധിമുട്ട് അവർക്കേ അറിയുള്ളൂ, നമുക്കത് അറിയില്ല. ഞാൻ ഈ ഒരു കോഴ്സ് എടുത്തപ്പോഴാണ് ഇവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അതുവരെ ഞാനും വിചാരിച്ചിരുന്നത് വേറെ രീതിയിലാണ്. അപ്പൊ നമുക്ക് കാണാമല്ലോ, പിന്നെന്താ അവർക്ക് കണ്ടാല് എന്നൊക്കെ തോന്നും. പക്ഷെ ബ്രെയിനിനെ പറ്റി ഓരോ ഇതായിട്ട് പഠിപ്പിച്ചപ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ശരിക്കും വിഷമം തോന്നിപ്പോയി. എന്താ പറയാ, അപ്പൊ അങ്ങനെ വരികൾ അവർ വിട്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ എഴുതുന്നതിലാണെന്നുണ്ടെങ്കിൽ വളരെ മോശം ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും, അതിന് ബാഡ് ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും. അപ്പൊ ചെറുപ്പത്തിൽ എല്ലാ കുട്ടികളും ബാഡായിട്ടായിരിക്കും എഴുതുക. അത് കൈയൊന്ന് വഴങ്ങി സെറ്റായിട്ടൊക്കെ വരാൻ ടൈം എടുക്കും. ഒരു കുഞ്ഞിൽ എഴുതുന്നതും ഫ്യൂച്ചറിലും, അതായത് ഒരു മോശം ഹാൻഡ് റൈറ്റിംഗ് ഉള്ള എല്ലാവർക്കും LD ആണെന്നല്ല ഞാൻ പറയുന്നത്. ഇതെല്ലാം കൂടി എന്താ പറയാ കോമ്പൻസേറ്റ് ചെയ്ത് വരുമ്പോൾ മിസ്റ്റേക്സും ബാഡ് ഹാൻഡ് റൈറ്റിങ്ങും എല്ലാം കൂടി ബുദ്ധിമുട്ടായിട്ട് വരുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അക്കാഡമിക്സ് മോശമാകുമ്പോഴും ഒക്കെ ഇതെല്ലാം കോമ്പൻസേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ നോക്കുക, കുറച്ചൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ടും സെറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ റെമഡിയേഷനിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ എപ്പോഴും. പിന്നെ അവർക്ക് എന്താ പറയാ, സെന്റൻസ് ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനൊന്നും അവർക്ക് പറ്റില്ല. ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ, അതായത് ഒരു ടാസ്ക് കൊടുത്ത് മിക്സ് ചെയ്ത് പല വേർഡ്സ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അവരോട് ഒന്ന് അറേഞ്ച് ചെയ്യും, കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല, അറേഞ്ച് ചെയ്യാൻ അറിയില്ല. നമുക്ക് ചില സ്കൂളിലൊക്കെ ചില ആക്ടിവിറ്റീസ് ഒക്കെ വരില്ലേ, ഇംഗ്ലീഷ് എക്സാമിനൊക്കെ, അറേഞ്ച് ദീസ് വേർഡ്സ് ടു ഗെറ്റ് എ പ്രോപ്പർ സെന്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതൊന്നും അവർക്ക് അറിയില്ല. അവർ തിരിച്ചൊക്കെ എഴുതും വേർഡ്സ് ഒക്കെ, ഷഫിൾ ചെയ്ത് കിടന്നാൽ അത് അറേഞ്ച് ചെയ്യാനൊന്നും അവർക്ക് പാടായിരിക്കും. അതുപോലെ തന്നെ അവര് എന്താ പറയാ, പിന്നെ മാത്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടേബിൾ ഉണ്ടല്ലോ, ടേബിൾ വരുന്ന സാധനങ്ങളൊക്കെ അതൊന്നും അവർക്ക് അറിയില്ല. അവർക്ക് മറന്നുപോകും, അതൊന്നും അവർക്ക് ഓർത്ത് വെക്കാൻ പോലും പറ്റില്ല. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അതുപോലെ തന്നെ കാര്യങ്ങളൊന്നും അവർക്ക് മെമ്മറൈസ് ചെയ്ത് വെക്കാനേ പറ്റില്ല. ഭയങ്കര പാടായിരിക്കും. ഭയങ്കര പാടെന്ന് വെച്ചാൽ ഒത്തിരി പാടാണ്. സാധാരണ മാത്സ് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ പോലെ അല്ല, ഡിസ്കാൽക്കുലേറ്ററിൽ ഉള്ള ആൾക്കാർക്ക് തീരെ പറ്റില്ല. അത് സബ്ജക്റ്റിനോട് തന്നെ പേടിയായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഈ സിമ്പിൾസ് ഒക്കെ അവരെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യിക്കും. പ്ലസ്, മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ ക്വസ്റ്റ്യൻ മാർക്ക്, അങ്ങനത്തെ പല സാധനങ്ങളുണ്ടല്ലോ, ഇതൊക്കെ അവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അതുപോലെ എന്താ പറയാ, പിന്നെ ഒത്തിരി, അതായത് ഒരു 10ാം ക്ലാസ് എത്തിയാലും അഡീഷന് വേണ്ടി അവർ ഫിംഗർ യൂസ് ചെയ്യും, ലൈക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ ആ ടൈം എത്തുമ്പോൾ എന്ത് ചെയ്യും, നമുക്കറിയാം അഡീഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മനക്കണക്കുണ്ടല്ലോ, കുഞ്ഞിലെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. പക്ഷെ ഇവരെന്ത് ചെയ്യും,
+1 +2 അല്ലെങ്കിൽ 10th എത്തിയാൽ പോലും അവർ വീണ്ടും ചെറിയ ലെറ്റേഴ്സ്, ചെറിയ നമ്പേഴ്സ് പോലും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഫിംഗേഴ്സ് ആണ് അവർ യൂസ് ചെയ്യാറ്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ എന്താ പറയാ, ഇവർക്ക് സംസാരിക്കാനും കോൺവെർസേഷനൊക്കെ ഇവർ സ്മാർട്ടാണ്, ഒക്കെയാണ്. പക്ഷെ ഒരു എക്സാം വരുന്ന സമയത്ത് അവർ ഫെയിൽ ആവും. അവർക്ക് എന്തിലാണോ പ്രശ്നമുള്ളത് ആ ഏരിയയിൽ അവർ ഫെയിൽ ആവും. ഇനി ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അവർക്ക് ഡെവലപ്മെന്റൽ ഏരിയാസിലൊക്കെ പ്രശ്നമായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ചെറുപ്പത്തിൽ നടക്കാൻ വൈകുന്ന കുട്ടികളൊക്കെ ഉണ്ട്, നടക്കാൻ വൈകുന്ന, സംസാരിക്കാൻ വൈകുന്ന കുട്ടികളൊക്കെ ഉണ്ട്, ലേറ്റ് വാക്കിംഗ്, അങ്ങനത്തെ കുട്ടികളൊക്കെയാണ് ലേറ്റർ ഓൺ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാണിക്കുക. പിന്നീട് ഒരു കോംപ്രിഹെൻഷൻ ഭയങ്കര കുറവായിരിക്കും. അതായത് എന്താ പറയാ, റീഡ് ചെയ്യാനായിക്കോട്ടെ, ഒരു പാരഗ്രാഫ് കൊടുത്താൽ പല കാര്യങ്ങൾ ഫങ്ഷണലായിട്ട് ചെയ്യാൻ ഒക്കെ അവർ ഭയങ്കര പുവറായിരിക്കും. പിന്നെ അവർക്ക് ഒരു അഡാപ്റ്റീവ് സ്കിൽ ഇല്ല. അഡാപ്റ്റീവ് സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട കുറച്ച് മോറൽ സാധനങ്ങളുണ്ടല്ലോ, സൊസൈറ്റിയിൽ ഉള്ള ചില ഹിൻസ് ആയിക്കോട്ടെ, കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. ഇവർ സ്കൂളിൽ പോകുന്ന സമയത്തായിക്കോട്ടെ, ഫാമിലിയിലായിക്കോട്ടെ, ഇങ്ങനത്തെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയാൽ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഒരു അഡാപ്റ്റിംഗ് സ്കിൽ ഭയങ്കര കുറവാണ്. അവർ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവാൻ തുടങ്ങും. അവരെ സേഫ് ആയിട്ടുള്ള ആൾക്കാരോട് അവർ ചെലവഴിക്കുള്ളൂ. ലൈക്ക് ഒരു അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ഫാമിലി ആയിട്ട് ചിലപ്പോൾ ഓക്കെ ആയാൽ പോലും മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവർ റെസ്റ്റ്ലെസ് ആയിട്ട് ചെയ്യാറുണ്ട്. പിന്നെ അവർക്ക് മണി മാനേജ് ചെയ്യാൻ അറിയില്ല. ഒരു പൈസ കൊടുത്താൽ അതെങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ ചെലവാക്കണം, അതൊന്നും അവർക്ക് അറിയില്ല. പിന്നെ അവർക്ക് ചില റൂൾസ് ഫോളോ ചെയ്യാൻ അവർക്ക് ഭയങ്കര പാടായിരിക്കും. അതുപോലെ തന്നെ ഡെയിലി റുട്ടീൻസ് ഫോളോ അപ്പ് ചെയ്യുന്നതിലും ഡിഫിക്കൽട്ട് ആയിരിക്കും. അതായത് പുവർ ഹൈജീൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും അവർക്ക് സഹായം വേണ്ടി വരും. ഇനി നമുക്ക് അതിന്റെ ഇന്റർവെൻഷൻസ് നോക്കാം. നമുക്കിത് എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, ഇന്റർവെൻഷൻസ്, ആക്ടിവിറ്റീസിനെയൊക്കെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. പറയട്ടെ? Yes, ma'am. ഓക്കെ. നമുക്ക് എന്താ പറയാ, റെമഡിയൽ മാനേജ്മെന്റ് ആൻഡ് തെറാപ്പീസ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് സ്ലോ ലേണറിന്റെ ഇന്റർവെൻഷൻസ് നോക്കാം. സ്ലോ ലേണറിന് ടീച്ചിങ് സ്ട്രാറ്റജീസ് നമ്മൾ മാറ്റേണ്ടി വരും. അതായത് നോർമൽ ആയിട്ട് ഒരു ടീച്ചർ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന പോലെ ആയിരിക്കരുത് ഒരു സ്ലോ ലേണറിന് കൊടുക്കുന്നത്. അവർക്ക് എക്സ്ട്രാ എഫേർട്ട് ഇടണം. അതിപ്പോ എല്ലാ ടീച്ചേഴ്സും, ഇപ്പൊ നിങ്ങളുടെ ഇടയിൽ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നോർമൽ കുട്ടികൾ ഇപ്പം പണ്ട് എല്ലാ ടീച്ചേഴ്സും പഠിക്കുന്ന പിള്ളേരുടെയൊക്കെ ഇതിലായിരുന്നു, കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ആയിരുന്നു. പക്ഷെ ഇന്നത്തെ ടീച്ചേഴ്സിന് കുറച്ചും കൂടെ ശ്രദ്ധ അവര്, കാരണം എന്താ പറയുക, കാലമൊക്കെ കുറെ മാറിയ സമയത്ത് ഇപ്പൊ കുട്ടികളെ കുറച്ചും കൂടി, അതായത് കുറച്ചൊന്ന് പൂർ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്ന കുട്ടികളെയാണ് അവർ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യാറ്. അങ്ങനെ പാർഷ്വാലിറ്റി ഒന്നും കാണിക്കാറില്ല. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്ന കുട്ടികൾ മൈൻഡേ ചെയ്യില്ല. കാരണം അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, കിട്ടില്ല എന്നുള്ളൊരു സ്കീമായിരുന്നു. കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു മാർക്ക് കുറഞ്ഞാൽ ആ ഒരു മാർക്ക് എങ്ങനെ മേടിക്കണം എന്നുള്ളതിനെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ബാക്കിലൊക്കെ ഉള്ള കുട്ടികളെ അവർ ശ്രദ്ധിക്കാറേ ഇല്ല. പക്ഷെ ഇന്നത്തെ ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക്, ഇന്നത്തെ ടീച്ചേഴ്സ് കുറച്ചും കൂടി ഭയങ്കര ലവിങ് ആണ്, കുറച്ചുകൂടെ സപ്പോർട്ടീവ് ആണ്, എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ എഫേർട്ട് ടീച്ചേഴ്സ് ഇടണം, സ്ട്രാറ്റജീസ് മാറ്റേണ്ടി വരും. അപ്പം ഇപ്പൊ ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടിക്ക് ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ഇപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പൊ 5 വട്ടം പറഞ്ഞാലായിരിക്കും മനസ്സിലാവുക. അപ്പം എന്ത് ചെയ്യണം, ഒരു 5 പ്രാവശ്യം പറയാനുള്ള ക്ഷമയും കാര്യങ്ങളും നമ്മളെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പാരന്റ്സ് ഇടണം എന്നുള്ളതാണ്. അപ്പം ടീച്ചേഴ്സ് ഇട്ടില്ലെങ്കിൽ അത് പാരന്റ്സ് എങ്കിലും വീട്ടിൽ വരുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇന്റർവെൻഷൻ നമുക്ക് മെയിൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യം. കാരണം അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നതാണ് അവരുടെ സപ്പോർട്ട്, റെപ്പിറ്റേറ്റീവ് സപ്പോർട്ട്. അത് ഒന്നിൽ വീട്ടിൽ നിന്ന് പാരന്റ്സിന്റെ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചേഴ്സിന്റെ നിന്ന് കിട്ടണം. കാരണം ഇവർ 2 സ്ഥലത്തേ പോകുന്നുള്ളൂ. സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ വീട്ടിലല്ലേ വരിക, വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ. അപ്പൊ ഈ 2 ഏരിയസിലാണ് ലൈഫ് അവർ ആ ടൈമിൽ സ്പെൻഡ് ചെയ്യുന്നത് കൂടുതൽ. അപ്പം അവിടെയുള്ള മെയിൻ ആയിട്ടുള്ള 2 ഫിഗർ എന്ന് പറയുന്നത് വീട്ടിലുള്ള അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ടീച്ചറാണ്. അപ്പൊ ഇവരുടെ ഭാഗത്തുള്ള സപ്പോർട്ടാണ് അവരുടെ പിന്നീടുള്ള ലൈഫിനെ തന്നെ ഡിസൈഡ് ചെയ്യാന്നുള്ളതാണ് മെയിൻ പോയിന്റ്. അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് ടോപ്പിക്സ് ഇങ്ങനെ വാരി വലിച്ചു കൊടുക്കാതെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കുക. ഒരു വലിയ എസ്സേ ഒക്കെ എടുത്ത് കൊടുത്താൽ ഇവർ കൺഫ്യൂസ്ഡ് ആയി, ഇവര് അത് പഠിക്കാൻ ടൈം എടുക്കും. സോ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേജ് എസ്സേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒരു 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് കൊടുക്കുക. അത് അവർക്ക് കുറച്ചും കൂടി ഹെൽപ്പ് ആയിരിക്കും. അപ്പൊ അവർക്ക് പഠിക്കാൻ, ഇപ്പൊ ഒരു കുഞ്ഞു പാരഗ്രാഫ് പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്തത് കൊടുക്കുക, എന്നിട്ട് 2ഉം കൂടി ചേർത്ത് വായിപ്പിക്കുക. അല്ലാതെ ഒരു ഫുൾ പാരഗ്രാഫ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ജന്മത്ത് പഠിക്കാൻ പോണില്ല. സോ അവരെ ഒന്ന് ചെറിയ ചെറിയ ടാസ്ക് ആക്കി കൊടുക്കുക, വലിയ ടാസ്ക് ആയി കൊടുക്കാതെ കുഞ്ഞു കുഞ്ഞു ടാസ്ക് ആയിട്ട് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ അവർക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് തോന്നും. അങ്ങനെ ആ ഒരു രീതിയിൽ കൊടുക്കുക എന്നുള്ളത്, സ്മോൾ പോർഷൻസ് ആയിട്ട് കൊടുക്കുക. പിന്നെ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ
അവർക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പ്, അതായത് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹിന്റ് ഒക്കെ കൊടുക്കാം. ഫ്ലാഷ് കാർഡ് പോലെയൊക്കെ ഇപ്പൊ എക്സാമിന് പോകുന്നതിന് മുന്നേ ഏതൊരു കാര്യം മറന്നു പോകുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ അവരത് ഓർത്തിരിക്കാൻ പാകത്തിനുള്ള എന്തെങ്കിലും ഒരു ഹിന്റോ ഫ്ലാഷ് കാർഡോ അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യാനുള്ള എന്തെങ്കിലും അവർക്കൊന്ന് ഒന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന ചില കോഡൊക്കെ വെച്ച് പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പൊ ഇവര് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മറന്നു പോകുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞല്ലോ. അപ്പം മെമ്മറൈസ് ചെയ്യാനായിട്ട് മെമ്മറി ഫ്ലാഷ് കാർഡ്സ് നല്ലതാണ്. അപ്പൊ അവരത് ആ പിക്ചർ അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഒരു മൈൻഡിൽ അവരുടെ സ്റ്റോർ ആവും, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. സോ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പിന്നെന്ന് പറയുമ്പോഴത്തേനും എക്സാം സമയത്ത് കുറച്ച് കൂടുതൽ എക്സ്ട്രാ ടൈം അവർക്ക് കൊടുക്കുക. ബാക്കിയുള്ള സമയം പോലെയല്ല, അവർക്ക് വേണ്ടി കുറച്ച് കൂടുതൽ നേരം ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്താ പറയാ, ഒരു ഡെമോൺസ്ട്രേഷൻ, പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കുക. എങ്ങനെയാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കാര്യം പ്രസന്റ് ചെയ്യുക. എക്സാം എഴുതുന്ന സമയത്ത് നമുക്കൊരു 2 മണിക്കൂറാണ് എക്സാം സമയം. അപ്പൊ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഇത്ര ടൈമേ നമ്മൾ എടുക്കാവൂ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ എടുക്കരുത്. അപ്പം എത്ര എഴുതിയാലും നമ്മൾ ആ ടൈമിൽ നമ്മൾ എഴുതി തീർക്കുക, മാക്സിമം എഴുതി തീർക്കുക. എഴുതി തീർക്കാൻ പറ്റുന്ന തീർത്താൽ മതി. പക്ഷെ എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യുക, ഇത്ര സമയത്തിന് എന്നുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ കറക്റ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം അവർക്ക് എല്ലാ കാര്യം മനസ്സിലാക്കാൻ കഴിവുണ്ട്, അവർ ഇന്റലിജന്റ് ആണ്, അവർക്ക് എബിലിറ്റി ഉണ്ട്, ടാലന്റ് ഉണ്ട്. അവർക്ക് ആകെ പ്രശ്നം സ്പീഡ് മാത്രമാണ്. അപ്പൊ അത് കൂട്ടാനുള്ള വഴി എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് മാത്രം പറഞ്ഞാൽ മതി. ബിക്കോസ് അവർക്ക് ബാക്കി എല്ലാം ഉണ്ട്. അവർക്ക് ടൈം കോർഡിനേറ്റ് ചെയ്യാനും ടൈം മാനേജ്മെന്റ് പറ്റുന്നില്ല. അപ്പൊ അതിന് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത് കറക്റ്റ് ഒരു ടൈം ടേബിൾ പോലെ വെച്ചിട്ട് സ്ട്രക്ചർ ചെയ്ത് കാര്യങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ അക്കാഡമിക്സ് പതിയെ ഇമ്പ്രൂവ് ആയി തുടങ്ങും. പെട്ടെന്നൊരു ബ്രൈറ്റ് സ്റ്റുഡന്റിനെ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ത്രൂ എന്താ പറയാ ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഒരു ഫെയിൽ ആകുന്നു എന്നൊരു സിറ്റുവേഷനിൽ നിന്നിട്ട് ഒരു ആവറേജ് സ്റ്റുഡന്റ് എന്നുള്ള രീതിയിലെങ്കിലും കുറച്ച് നമുക്ക് മാറ്റിയെടുക്കാം അവരെ. പക്ഷെ പതിയെ ഞാൻ തന്നെ വർഷങ്ങൾ എടുത്തിട്ടാണ്, ഏകദേശം ഒരു 10th ഒക്കെ എത്തിയപ്പോൾ എന്റെ സ്പീഡ് കൂടി. ഞാനൊരു 3rd 4th ഭയങ്കര സ്ലോ ആയിരുന്നെങ്കിൽ 10th ഒക്കെ എത്തിയപ്പോഴത്തേനും എക്സാമിന് കറക്റ്റ് ഓൺ ടൈമിൽ ഞാൻ എഴുതി തീരും. അത് എഴുതി പ്രാക്ടീസ് ചെയ്ത് നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞു തുടങ്ങി ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, സ്ലോ ആയാലും സ്ലോ ആയി ഇരിക്കുകയുള്ളൂ എന്നുള്ളൊരു ഇൻസൈറ്റ് ഉള്ളത് കൊണ്ടായിരിക്കും അത് ഞാൻ തന്നെ കോപ്പപ്പ് ചെയ്ത് എടുത്തു. ഹെൽപ്പ് ഒന്നും ഉണ്ടായില്ല. അപ്പം എനിക്ക് ആ ടൈമിലുള്ള പ്രശ്നം അറിയാം, അതാണ് ഞാനിപ്പോ ഇങ്ങനെ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ പാരന്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ടീച്ചേഴ്സും കാണും, പാരന്റ്സ് ഒക്കെ ഉണ്ടാവും, അപ്പം ഫാമിലിയിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് ഭയങ്കര ഒരു സപ്പോർട്ടാണ് ഒരു സമയത്ത്. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ചിലതിൽ മാത്രമേ തെറാപ്പീസ് വരുന്നത്. അതായത് സിവിയർ ആയിട്ടുള്ള ഇതൊക്കെ ആണെങ്കിൽ മാത്രമാണ് തെറാപ്പീസിന്റെ ഒക്കെ ആവശ്യം വരത്തുള്ളൂ. അത് നമ്മൾ LD ഡിസബിലിറ്റിക്കാണ്. ഈ സിവിയർ ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് തെറാപ്പീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സെഷൻസ് ഒക്കെ നമുക്ക് വെക്കാം. ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഇന്റർവെൻഷൻസ് ആണ് പറയുന്നത്. ലേണിംഗ് എന്ത് തെറാപ്പിയാ കൊടുക്കാറുള്ളത്? നമുക്കിപ്പോ ഒരു ഫാമിലി തെറാപ്പി, ഫസ്റ്റ് നമുക്ക് ഫാമിലി തെറാപ്പി കൊടുക്കാം. പിന്നെ കുട്ടികൾക്ക് എന്ന് പറയുമ്പോഴത്തേനും എന്താ പറയാ, ABA തെറാപ്പി ഒക്കെ ഉണ്ട്. ലൈക്ക് ഒരു എന്താ പറയാ, സൈക്കോ തെറാപ്പി, അതെ, ABA, ആർട്ട് തെറാപ്പി, പ്ലേ തെറാപ്പി ഒക്കെ നല്ലതാണ്. പ്ലേ തെറാപ്പി ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെറാപ്പീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്ലാഷ് കാർഡ്സ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉള്ള സംഭവങ്ങൾ, സെഷൻസ് ഒക്കെ നല്ലതാണ്. ഒരു സെഷൻ അതിനു വേണ്ടി ഒരു എന്താ പറയാ, സ്ട്രെസ് ആക്കാത്ത രീതിയിൽ അവരെ കുറച്ച് ഹാപ്പി ആയിട്ടിരുന്ന രീതിയിലുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ, അതായത് ഈ ഫേസ് ടു ഫേസ് ടോക്ക് അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു കുട്ടിയോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു അഡൾട്ടിന് കൊടുക്കുന്ന പോലൊരു സംഭവം അല്ല അവിടെ വേണ്ട. കുട്ടി അവിടെ ഇരിക്കണം, ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടിയുടെ ലെവലിലേക്ക് പോയി ഹാപ്പി ആക്കി എൻഗേജ്ഡ് ആയിട്ട് ഇരുത്തി ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ടാസ്കുകൾ കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട്. അല്ല നമ്മൾ കൊടുക്കുന്ന പോലെ വലിയ CBT അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല തെറാപ്പിയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഹെൽപ്പാണ് പറയുന്നത്, ട്രെയിനിങ് ആണ്. ചെറിയ അതെ എന്താ പറയാ, ഈ ക്യൂബ് ഒക്കെ ഉണ്ടല്ലോ, റൂബിക്സ് ക്യൂബ്, അതുപോലെ തന്നെയുള്ള ചില കുറച്ച് ചാർട്ടൊക്കെ വെച്ചിട്ട് പിക്ചറൊക്കെ കൊടുത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഹെൽപ്പ് ചെയ്യും അവരെ മെമ്മറൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താ പറയാ, പിന്നെ ഈ റീഡിങ് ഇന്റർവെൻഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേനും അതിന് നമുക്ക് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക.
ഏതൊരു കാര്യം വായിപ്പിക്കുക, ചെറിയ ചെറിയ ടോപ്പിക്സ് ഒക്കെ, ചെറിയ കുഞ്ഞു കഥകളൊക്കെ ഉണ്ടല്ലോ, ഷോർട്ട് സ്റ്റോറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് വായിപ്പിക്കുക. അപ്പൊ തെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി വലുതൊന്നും കൊടുക്കരുത് ആദ്യമേ. നമ്മളൊരു പ്രൈമറി സ്റ്റേജിൽ നമ്മൾ അതൊന്നും കൊടുക്കരുത്. ചെറിയ ചെറിയ ടാസ്ക് ഒക്കെ കൊടുക്കാവുള്ളൂ. ചെറിയ സ്റ്റോറി, ഇപ്പൊ ചില മലയാളത്തിലാണെങ്കിൽ ചില ചിഹ്നങ്ങളൊക്കെയാണ് അവർക്ക് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഈ ചിഹ്നങ്ങൾ വെച്ചിട്ട് ചെറിയ കഥയൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കുക. ആ ചിഹ്നം വെച്ചിട്ടൊരു കഥ നമ്മൾ തന്നെ ഉണ്ടാക്കി അപ്പൊ അവരത് മെമ്മറൈസ് ചെയ്തിരിക്കും, കറക്റ്റ് ആയിട്ട് അവർ ഓർത്തിരിക്കും. അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ വരുന്നത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. അതിന് നമുക്ക് എന്തൊക്കെ ഇന്റർവെൻഷൻസ് കൊടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ പാർട്ടാണ്. ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയിലുള്ള ഇന്റർവെൻഷൻസ് എന്ന് പറയുമ്പോഴത്തേനും അവർക്കൊരു സെൽഫ് കെയർ ട്രെയിനിങ് കൊടുക്കണം. സ്വന്തമായിട്ട് തന്നെ നമുക്ക് എങ്ങനെ ഒരു കെയർ കൊടുക്കാം, എങ്ങനെയാണ് ഒരു പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യുക, എങ്ങനെയാണ് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ വെക്കുക, എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് ഇമോഷണലി എന്നൊക്കെയുള്ള ഒരു സെൽഫ് കെയർ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. ഇത് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ് ഉണ്ട്. സോഷ്യൽ സ്കിൽസ് എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന പോലെ ഇതൊക്കെ വരും, കമ്മ്യൂണിക്കേഷൻ, ഇന്ററാക്ഷൻ ഒക്കെ വരും, അത് വരും. അതുപോലെ തന്നെ ഒരു സ്കൂളിൽ പോയാൽ പിയർ ഗ്രൂപ്പ് ആയിട്ടൊക്കെ എങ്ങനെ ഒന്ന് ഇന്ററാക്ട് ചെയ്യണം, എങ്ങനെയാണ് ടീച്ചേഴ്സിനോടൊക്കെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റി സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ് കൊടുക്കാം. പിന്നെ വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാല് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എക്സ്ട്രാ ഒരു സ്കില്ല് പഠിപ്പിക്കില്ലേ, ലൈക്ക് എന്തെങ്കിലും ഒരു വരയ്ക്കാനോ അല്ലെ ടൈലറിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു വൊക്കേഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രെയിനിങ്ങും കൂടി കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പിന്നെ ബിഹേവിയർ തെറാപ്പി കൊടുക്കാം. പിന്നെ സ്പീച്ച് തെറാപ്പി, ഇതൊക്കെ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റോ ഒക്കെയാണ് പൊതുവെ ഇതൊക്കെ നല്ലത്. ഒക്കുപേഷണൽ തെറാപ്പിയൊക്കെ അവരാ ചെയ്യുന്നേ. അല്ലെങ്കിൽ ബിഹേവിയർ തെറാപ്പിയൊക്കെ സൈക്കോളജിസ്റ്റ് ഇത് കൊണ്ടുപോയി ഒരു ഫോളോ അപ്പ് രീതിയിൽ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിധം, എന്നാലും ഫുള്ളി ക്യൂറബിൾ അല്ല ID എന്ന് പറയുന്നത്, ഫുള്ളി ക്യൂറബിൾ അല്ല. പക്ഷെ അവർക്ക് സ്വന്തം കാര്യം തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് വരെയൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുവരാൻ എത്തും. പക്ഷെ അത് വളരെ മാത്രം. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഒത്തിരി വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഇതുമായിട്ട് ബ്രെയിനിന്റെ ആ ഒരു എന്താ പറയാ ഒരു ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ആ ഒരു സംഭവം പോയി കഴിഞ്ഞാൽ പിന്നീട് ബാക്ക് ടു ഒരു റിക്കവറി എന്ന് പറയുന്നത് ഭയങ്കര പാടായിരിക്കും. വളരെ ഏർലി ആയിട്ടുള്ള ഒരു സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കുഞ്ഞ് ഏജിലാണെങ്കിൽ കുറേയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ചെറിയ കാര്യങ്ങളൊക്കെ ഒരു തന്നെത്താൻ ഇപ്പൊ ഒരു കാര്യം എടുത്തുകൊണ്ടൊക്കെ വരാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവർ ഒരു കുഴപ്പമില്ലാതെയൊക്കെ അവർ ചെയ്യും. ഒരു ഫങ്ഷൻസ് കുഴപ്പമില്ലാതെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്താ പറയുക, നമുക്കിത് എങ്ങനെ ഒരു പാരന്റിനോട് പറയാം. ഓക്കെ, അത് വളരെ വലിയൊരു ഇപ്പൊ ഈ തേർഡ് കാറ്റഗറി പറഞ്ഞല്ലോ, അവർക്ക് നമുക്ക് നോർമൽ സ്കൂളിൽ അവരെ വിടാൻ പറ്റില്ലേ? പറ്റും, ഉറപ്പായിട്ടും പറ്റും. ബിക്കോസ് ഇത് ഓട്ടിസം അല്ലല്ലോ. ഓട്ടിസം എന്ന് പറയുന്ന ഒരു കുട്ടിയെ കൊണ്ട് നോർമൽ സ്കൂളിൽ ഇരുത്തിയിട്ട് കാര്യമില്ല. കാരണം ഒരു ബാക്കി സ്റ്റുഡൻസിനെ പോലെ അല്ല ബിഹേവ് ചെയ്യുന്നത്. അവർക്ക് അങ്ങനെയുള്ള ഒരു സ്കൂളിംഗ് ആയിരിക്കും അവർക്ക് കുറച്ചും കൂടി നല്ലത്. അങ്ങനെയുള്ള കുട്ടികളുടെ കൂടെ, അങ്ങനെയുള്ള അതിനു വേണ്ടി ട്രെയിൻ ചെയ്ത ടീച്ചേഴ്സിന്റെ കൂടെയാണ് അവർക്ക് ആ ഒരു എൻവയോൺമെന്റ് ആണ് അവർക്ക് സേഫ്. പക്ഷെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഈസ് നോട്ട് എന്താ പറയാ ഓട്ടിസം പോലെ അല്ല. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ടീച്ചേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പാരന്റ്സിന് ഹെൽപ്പ് ചെയ്യും. ഇവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു സ്കൂള് അങ്ങനത്തെ ആവശ്യം ഇല്ല. ലൈക്ക് അവർക്ക് ഈ പറഞ്ഞ പോലെ ഏർലി സ്റ്റേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മാനേജ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അതിനുള്ള ട്രെയിനിങ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു കുറച്ച് കൂടുതൽ അധികം ഒരുപാട് ശ്രദ്ധിക്കേണ്ടി വരും. കുറച്ചധികം നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുക ഓട്ടിസ്റ്റിക് ആണോ, അതായത് ഇന്റലക്ച്വൽ ഡെഫിഷ്യൻസി ഉള്ള കുട്ടിയാണോ എന്ന് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഓട്ടിസം ഉള്ള കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് അവരെ എന്താ പറയാ, അവരെ റെസ്പോണ്ട് ചെയ്യുന്നത് കാണുമ്പോഴും അവരുടെ കമ്മ്യൂണിക്കേഷൻ കാണുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇവര് റെസ്പോണ്ട് ചെയ്യും. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ കാര്യങ്ങളൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നവരാ. അതുപോലെ അല്ല, ലൈക്ക് അതെന്ന് പറയുമ്പോഴത്തേനും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അവർക്ക് എന്താ പറയാ, ഐ കോണ്ടാക്ട് അങ്ങനെയൊക്കെ വരും അല്ലേ? പുവർ ഐ കോണ്ടാക്ട് ആണ് അവര്. പിന്നെ പുവർ പിയർ ഗ്രൂപ്പ് ആയിട്ടുള്ള ഇതൊന്നും അവർക്ക് തീരെ ഉണ്ടാവില്ല. പിന്നെ അവർ സംസാരിക്കുമ്പോൾ തന്നെ എന്താ പറയാ ഒരു ഇറിറ്റബിലിറ്റി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. മോട്ടോർ കോർഡിനേഷനിലായിക്കോട്ടെ അവർ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടൊക്കെ ഇരിക്കും. ചില കുട്ടികൾ ഇരിക്കില്ല, അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ റെസ്റ്റ്ലെസ് ആവുന്ന പോലെയൊക്കെ തോന്നും. പക്ഷെ ആ സിംറ്റംസ് ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. ലൈക്ക് ഒരു ഇമ്പൾസിവിറ്റിയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു ബഹളം. ചില കുട്ടികൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ വയലന്റ് ബിഹേവിയർ വരെ കാണിക്കുക, അഗ്രസീവ് ആവാറുണ്ട് അല്ലെങ്കിൽ ഉപദ്രവിക്കാറുണ്ട്.
പക്ഷേ ഇപ്പോഴേ അത് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് സ്കാനിങ്ങിലും ഒക്കെ ഡോക്ടേഴ്സ് തന്നെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ കണ്ടുപിടിച്ച് ഓരോന്നും കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓട്ടിസം ഒക്കെ ജനിക്കുമ്പോൾ തന്നെ അതെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ 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 ഇപ്പൊ പഴയതുപോലെ നമുക്ക് അല്ല. മെഡിക്കലി ഇപ്പൊ അതെല്ലാം അതെ അതെ ഇപ്പൊ മെഡിക്കലി ഇപ്പൊ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനത്തെ ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ അവൈലബിൾ ആണ്. EEG പോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. പക്ഷെ പല പാരന്റ്സിനും ഇത് തുടക്കത്തിൽ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാറില്ല. ബിക്കോസ് അവർ അവെയർ അല്ല ഇതിനെപ്പറ്റി കൂടുതലായിട്ട്. ഒരു ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിനോ ആണ് ഇത് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇതിന്റെ സിംറ്റംസ് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. സൈക്കോളജിയിലായിക്കോട്ടെ എന്തെങ്കിലും നമ്മൾ ഡിസോർഡേഴ്സിനെ പറ്റി പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഒരു കുട്ടിയെ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. പക്ഷെ ഒരു പാരന്റിനോ അല്ലെങ്കിൽ ഒരു പണ്ടുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവുക പോലും ഉണ്ടായിരുന്നില്ല. പണ്ടുള്ളവർ ഇതിനെ ഒറ്റ പേരേ പറയുള്ളൂ, ആ കുട്ടിക്ക് എന്തോ മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, ഈ ഒരു കാറ്റഗറിയിൽ അങ്ങ് ഇടും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എന്തായിരുന്നു അല്ല, മെന്റലി റിട്ടാർഡഡ് ആണെന്നാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറയുള്ളൂ. ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ ആരായാലും അങ്ങനെ തന്നെ ഞങ്ങൾ പറയും. അതെ അതെ അങ്ങനെയാ പറഞ്ഞോണ്ടിരിക്കും, മെന്റലി റിട്ടാർഡഡ് ആണ്. അപ്പൊ ഈ ഒരു പേടി കൊണ്ടാണ് ഇപ്പൊ പാരന്റ്സ് വരുമ്പോ തന്നെ അവരൊരു IQ ടെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ അവർ പേടിച്ചിട്ടാ വരുന്നത്. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അവർ ഇതായിട്ടാ കണക്ട് ചെയ്യുന്നത്. ഇനി MR ആണോ, മെന്റലി റിട്ടാർഡഡ് ആണോ, ഈ കുട്ടിയുടെ ലൈഫ് പോയി, ഇനി ഒന്നും ചെയ്യാനില്ല, ബാക്കിയുള്ള കുട്ടിയെ പോലെ അല്ല എന്നുള്ളൊരു ഇതായിട്ട് മാറി. പക്ഷെ അതിനൊക്കെ വേണ്ടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് ഇന്റർവെൻഷൻസ് ഡിഫറെന്റ് ആണ്, അവരുടെ സിംറ്റംസ് ഡിഫറെന്റ് ആണ്, അവർക്ക് അവരുടെ സ്വഭാവം, അവരുടെ ബ്രെയിൻ ആക്ടിവിറ്റീസ്, ബ്രെയിൻ എന്താ പറയാ പ്രോസസ് ചെയ്യുന്ന രീതി എല്ലാം ഡിഫറെന്റ് ആണ്. അത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ തെറ്റായിട്ടുള്ള ഒരു രീതിയിലാണ് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ ലൈഫേ സ്പോയിലായി പോകും കംപ്ലീറ്റ് ആയിട്ട് ആ കുട്ടിയുടെ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഓട്ടിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞത് വേറൊരു സ്പെക്ട്രം ആണ്. ഓട്ടിസം സ്പെക്ട്രത്തിന്റെ അണ്ടറിൽ തന്നെ വേറെ ഒരുപാട് ഡിസോർഡേഴ്സ് വേറെ വരാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ഒരേപോലെ തോന്നുമെങ്കിലും ഓട്ടിസം കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അത് ഭയങ്കര സിവിയർ ആണ്, സിവിയർ ആയിട്ടുള്ള ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അത് ക്യൂറബിളേ അല്ല. പക്ഷെ ഇത് ഏർലി സ്റ്റേജിലാണെങ്കിൽ മാനേജബിൾ എങ്കിലും ആണ്. അതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിപ്പോ എന്താണ് എല്ലാരും പൊതുവെ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. എന്താ പറയാ, ഒരു ലേണിംഗ് ഡിസബിലിറ്റിയും അതുപോലെ തന്നെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയും ഒരുമിച്ച് ഒരാൾക്ക് വരാൻ പറ്റുമോ, LDയും IDയും കൂടെ ഒരുമിച്ച് ഒരു കുട്ടിക്ക് വരുമോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ആക്ച്വലി അങ്ങനെ വരില്ല. ഒന്നിൽ ലേണിംഗ് ഡിസബിലിറ്റിക്ക് എന്ന് പറയുമ്പോഴത്തേന് ആവറേജ് അയക്കുവാണ്, അതായത് ഒരു ബിലോ 70. പക്ഷെ എന്താ പറയാ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം ഒരു 70 താഴെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ID ആയി മാറി. പക്ഷെ ലേണിംഗ് ഡിസബിലിറ്റിക്ക് ഒരു ആവറേജ് IQ ആണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരില്ല. ഒരു IQ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും അത് LD ആണോ ID ആണോ എന്നുള്ളത്. രണ്ടും കൂടി ഒരുമിച്ച് വരില്ല. പക്ഷെ IDയും എന്താ പറയാ ഓട്ടിസവും ഒരുമിച്ച് വരാം. ഓക്കെ, മനസ്സിലായോ? ഇത് രണ്ടും കൂടി ഒത്തും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്താ പറയാ ID ഒരിക്കലും ഓട്ടിസം അല്ല. പക്ഷെ ഇത് രണ്ടും ഒത്തുവരും. ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ID വരും. അങ്ങനെ സംഭവിക്കാറുണ്ട്. ഓക്കെ, പിന്നെ ഈ ലേണിംഗ് ഡിസബിലിറ്റി ADHD ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അല്ല, ഒരിക്കലും ബന്ധമില്ല. ഇതെന്താ പറയാ, ADHD ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. പക്ഷെ അഫക്ട് ചെയ്യുന്നത് നമ്മൾ ഇമ്പൾസ് കൺട്രോളിനെയാണ്. അത് മോട്ടോർ കോർഡിനേഷൻ, റെസ്റ്റ്ലെസ്നെസ്, ഇമ്പൾസിവിറ്റി, ഹൈപ്പർ ആക്ടിവിറ്റി, അത് വേറൊരു കാറ്റഗറിയാണ്. അപ്പൊ പലർക്കും ഈ ചൈൽഡ് ADHD, ലേണിംഗ് ഡിസബിലിറ്റി ഇതെല്ലാം ഒരുമിച്ച് വരുന്നതല്ലേ. ADHD ഉള്ള കുട്ടികൾ പഠിക്കാൻ മോശമാവുന്നുണ്ടല്ലോ, അപ്പൊ LDയും അപ്പം അതുമായിട്ട് ബന്ധമില്ലേ എന്നൊരു കോൺസെപ്റ്റ് വരും. അപ്പൊ അത് ക്ലാരിഫൈ ചെയ്യാനാണ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെ എടുത്തു വെച്ചത്, അത് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ എന്താ പറയാ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഏജിലാണ് LD ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. ഒരു ഗ്രേഡ് 2ലോ 3ലോ ഒക്കെ എത്തുമ്പോൾ തന്നെ ടിപ്പിക്കലി ഈ കുട്ടികൾ അക്കാഡമിക്സിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങും. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് എന്താ പറയാ, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഒരു ലൈഫ് ലോങ് കണ്ടീഷൻ ആണ്. പിന്നെ നമുക്കിപ്പോ ഈ സ്പീച്ച് തെറാപ്പി പോലെയൊക്കെയുള്ള ലൈഫ് സ്കിൽ ട്രെയിനിങ് ഒക്കെ വഴി ഏകദേശം ഫംഗ്ഷനിങ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നേ ഉള്ളൂ. ഒരു ലൈഫ് ലോങ് കണ്ടീഷൻ ആണ്. അത് ഫുള്ളി ക്യൂറബിൾ ആണോ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് ടീച്ചറിനോട്, ഓട്ടിസം ക്യൂറബിൾ ആവുമോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ ID ഫുള്ളി ക്യൂറബിൾ അല്ല. ഇത്രയാണ് നമുക്ക് ക്വയറീസ്, നോർമലി വരുന്ന ക്വയറീസ് ഒക്കെ വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഡിഫറൻഷിയേഷനും ഐഡന്റിഫിക്കേഷനും ഇന്റർവെൻഷനും ആയിട്ട് വരുന്നത്. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഏകദേശം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? ഓക്കെ, നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. കാരണം LD ഐഡിയ ആയാലും സ്ലോ ലേണർ എന്നതിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് വളരെ നന്നായി പറഞ്ഞു. അതിന്റെ സിംറ്റംസും റെമഡീസും തെറാപ്പീസും ചെയ്യാം എന്നുള്ളതൊക്കെ വളരെ നന്നായിട്ട് മനസ്സിലായി. ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ് കേട്ടോ, അപ്പൊ എനിക്ക് ഇടയ്ക്ക് മോളെ എന്നൊക്കെ പറയാൻ വരും. ഓക്കെ സോ മച്ച് മാം. അപ്പൊ വളരെ അതുകൊണ്ട് നല്ല ക്ലാസ് ആയിരുന്നു മാം. ഞാൻ എൻ്റെ ഓഫീസ് ഹൗസിലാണ്, എന്നിട്ട് പോലും ഇത് ക്ലാസ് അത്ര ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണ് ജോലിയൊക്കെ വിട്ടിട്ടിരുന്ന് കണ്ടത്. ഇതെന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കുറച്ചു പേർക്ക്, ഇത്രയും പേർക്ക് ഞാൻ ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. എത്രയോ വെബിനാർ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടീച്ചേഴ്സിന്റെ, സൈക്കോളജിസ്റ്റുകളുടെ, സൈക്യാട്രിസ്റ്റിന്റെ, ഈ പറഞ്ഞ പോലെ ഒരുപാട് ടീച്ചേഴ്സിന്റെ. പക്ഷെ ഇപ്പൊ ഒരു ടീച്ചർ ഇവിടെ ഇരിക്കുമ്പോ ആ ടീച്ചറിന്റെ മുന്നിൽ ക്ലാസ് എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആ ടീച്ചറാ വന്ന് പറഞ്ഞത് നന്നായിട്ടുണ്ടെന്ന്. അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. അത് ഒരു അത് തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ ഇത് ഫസ്റ്റ് ക്ലാസ് ആണെന്ന്. ഞാനത് ഓർക്കുമായിരുന്നു. നല്ല കോൺഫിഡൻസും നല്ല ക്ലാരിറ്റിയും സബ്ജക്റ്റിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ട്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. താങ്ക് യു. സജീല മാം ഉണ്ടോ ഇവിടെ? എങ്ങനെയാ സെറ്റ്? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഫീഡ്ബാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. വർഷ മാം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നോക്കുമ്പോ കാണുന്നില്ല. ഞാൻ ചോദിക്കാനുള്ള ഈ ഓട്ടിസം ട്രീറ്റബിൾ അല്ലല്ലോ, ക്യൂറബിൾ അല്ലല്ലോ അല്ലെ? അല്ല, ഓട്ടിസം ക്യൂറബിൾ അല്ല, ഇത് ലൈഫ് ലോങ് കണ്ടീഷൻ ആണ് മാം. ലൈക്ക് ഇപ്പോ അവരെ നമുക്ക് ഇങ്ങനെ കൊണ്ടു നടക്കാം, അവരെ ഹെൽപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത്. ലൈക്ക് ഓട്ടിസം 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ലൈക്ക് അവര് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, വളരെ കാം ആയിട്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ചില ആൾക്കാർ ഭയങ്കര അഗ്രസീവ് ആയിട്ട് പാരന്റ്സിനോട് പോലും ഭയങ്കര വാശിയും, ഭയങ്കര എന്താ പറയാ, വാശിയും അഗ്രസീവ് വയലൻസ് ബിഹേവിയർ, ഭയങ്കര ഒച്ച എടുക്കുക, ഉപദ്രവിക്കുക, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ മാനേജ് ചെയ്യാൻ പോലും ഭയങ്കര മിക്സ് ബുദ്ധിമുട്ടാണ്. ആയിരിക്കും അല്ലെ? ഇച്ചിരി ADHD ഒക്കെ ആയിട്ട് മിക്സപ്പ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. ADHD ഓട്ടിസവും തമ്മിൽ എന്താ പറയാ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് മാം. ADHD എന്ന് പറയുന്നത് അങ്ങനെയുള്ള കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനും പറ്റും. പക്ഷെ ഓട്ടിസം കുട്ടികൾക്ക് അതൊന്നും പറ്റില്ല. അത് അവർ കംപ്ലീറ്റ്ലി ഇംപയർഡ് ആണ്. പക്ഷെ ADHD ഉള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെന്റും തെറാപ്പീസും കൊടുത്ത് അവരെ ഏകദേശം നമുക്കൊന്ന് സമാധാനിപ്പിച്ചിരുത്താനെങ്കിലും നമുക്ക് പറ്റും. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്ക് അതെ ബ്രെയിൻ ഇംപയർഡ് ആയി പോയി. പക്ഷെ അവരെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടില്ലേ, ഓട്ടിസം സ്കൂളിലൊക്കെ ചെന്നാൽ നമുക്ക് അറിയാൻ പറ്റും. ഭയങ്കര കാമായിട്ടിരിക്കുന്ന നല്ല കുട്ടികളുണ്ട്, വളരെ കാമായിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ വേറെ കുട്ടികൾ എന്ന് പറയുമ്പോൾ അഗ്രസീവ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ട്. അങ്ങനെയുള്ളവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ തന്നെ പ്രശ്നമാണ് ബാക്കി കുട്ടികളായിട്ട്. ലൈക്ക് ഓട്ടിസം ഉള്ള വേറെ കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുന്ന പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ ട്രെയിൻ ചെയ്യുന്ന ടീച്ചേഴ്സ് അത്രയും ഭയങ്കര ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നവരും ആയിരിക്കണം. വലിയ പാടാ വന്നു കഴിഞ്ഞാൽ, വലിയ ബുദ്ധിമുട്ടാണ്. എന്റെ ഫ്രണ്ടിന്റെ അനിയൻ ഇതുണ്ട്, അപ്പൊ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവൻ ഭയങ്കര വയലന്റാ, മുടിയൊക്കെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് പാവം തോന്നും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനെ. അപ്പൊ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എന്റെ മുടിയൊക്കെ പിടിച്ച് ഓട്ടിസത്തിന്റെ കൂട്ടത്തില് ഈ ഹെയർ പുള്ളിങ്ങും പിന്നെ അങ്ങനെയുള്ള സ്വഭാവം ഉണ്ട് ചില ആളുകൾ. പക്ഷെ അവന് ഭയങ്കര വാശിയാണ്. ലൈക്ക് ഇപ്പൊ അവനിപ്പോ എന്തെങ്കിലും ഇപ്പൊ അവന് ആപ്പിൾ വേണം എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പൊ വേണം, ഇല്ലെങ്കിൽ അവൻ പ്രശ്നം ഉണ്ടാക്കും. ഇപ്പം എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ മേടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവന്റെ ചേച്ചി അടിക്കും. പക്ഷെ അവന്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ അവന്റെ അമ്മയെ പോലെ നോക്കുന്നത്, അത്രയും കെയർ ചെയ്ത്. അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമുക്കൊരു അനിയൻ ഉണ്ടെങ്കിൽ, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കാണില്ലല്ലോ. അപ്പൊ അത്രയും കെയർ ചെയ്യുന്നുണ്ട് അവൻ. പക്ഷെ അവനിപ്പം ഭയങ്കര കാമാ. പണ്ട് ഭയങ്കര അഗ്രസീവ് ആയിരുന്നു, ഇപ്പൊ അവൻ ആരോടും മിണ്ടാറില്ല, സംസാരിക്കാറില്ല. പണ്ട് സംസാരിക്കില്ല, പക്ഷെ ഭയങ്കര വയലൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ തീരെ മിണ്ടാറില്ല, ഭയങ്കര സൈലന്റ് ആയിട്ടായിരിക്കണം. നല്ല മാറ്റം ഉണ്ട് അവന്. തെറാപ്പി ഒക്കെ ചെയ്ത് അത്യാവശ്യം സെറ്റ് ആയി വരുന്നുണ്ട്. പക്ഷെ ക്യൂറബിൾ അല്ല. ഓക്കെ ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാനൊരു ഡൗട്ട്, നല്ല ക്ലാസ് ആയിരുന്നു മാം. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? അതായത് കേൾക്കാമോ? അതായത് ഇപ്പൊ നമ്മള് സ്ലോ ലേണിംഗ് എന്നുള്ളത് പറയുമ്പോൾ നേരത്തെ പറഞ്ഞത് അനുസരിച്ചിട്ട് ഒരു ബിലോ 70 വരുന്ന IQ ഉള്ള കുട്ടികൾക്കാണ്, 70 റേഞ്ചിൽ IQ ഉള്ള കുട്ടികൾക്കാണ് സ്ലോ ലേണർ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അവരുടെ അതിനുള്ള കോഴ്സ് എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് സ്പീഡ് കുറവായിട്ടുള്ളത്, അങ്ങനെയാണോ പറയുന്നത്? സ്ലോ ലേണറിന്റെ IQ ബിലോ 70 അല്ല, അവർക്ക് ആവറേജ് ഉണ്ടാവും. 80 to 90 ഒക്കെ കാണിക്കാറുണ്ട്. 70 ആൻഡ് ബിലോ 70 ആണ് ID ഉള്ള കുട്ടികൾക്ക്. ഓക്കെ, പക്ഷെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ആവറേജും അതിന് ഹൈയും IQ ഉണ്ടാവും.
അവർ അല്ല ഇന്റലിജന്റ് ആണ്. ഞാൻ സ്ലോ ലേണറിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ഓക്കെ. ഒരു കോസ് എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും? പ്രോസസ്സിംഗ് എന്തെങ്കിലും പ്രോസസ്സിംഗ് ഡിസോർഡർ ആണോ? ബ്രെയിൻ എന്താ പറയാ, ഓരോ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിലുള്ള ഡിലേ ആണ്. പല കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഇത് അവരുടെ ബ്രെയിനിലെത്തി പ്രോസസ്സ് ചെയ്ത് എടുക്കാനും അത് ബാക്കി മോട്ടോർ കാര്യങ്ങൾ കോർഡിനേഷൻ എത്താനും വൈകുന്നതിലുള്ള ഡിലേ ആണ്. അങ്ങനെ വരാറുണ്ട് അങ്ങനെ. അപ്പം ഓരോരുത്തരുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്ന ഡിഫറെന്റ് രീതിയിലാണല്ലോ. ആക്ടിവിറ്റീസ് ആയിരിക്കും, അങ്ങനെ കാര്യങ്ങളായിരിക്കും. നോക്കുമ്പോൾ വെച്ചാല് ലേണിംഗ് ഡിസബിലിറ്റി അതൊരു ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാലും സ്ലോ ലേണർ ആ കാറ്റഗറി ആയിട്ടാണോ വരുന്നത്? ലേണിംഗ് ഡിസബിലിറ്റി ഓർ ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് അതൊരു എന്താ പറയാ, അതൊരു സ്പെസിഫിക് ഏരിയയിൽ മാത്രമേ കാണിക്കുള്ളൂ. എല്ലാം കൂടെ എന്തായാലും ഒരുമിച്ച് വരില്ല. ലൈക്ക് ഇപ്പൊ LD ഉള്ള കുട്ടികൾക്ക് ഡിസ്ലെക്സിയും ഡിസ്ഗ്രാഫിയും അതുപോലെ തന്നെ എന്താ പറയാ ഡിസ്കാൽക്കുലിയും ഒരുമിച്ച് വരില്ല. ഇതിൽ ഏതെങ്കിലും ഒന്നേ അവര് ബുദ്ധിമുട്ട് കാണിക്കുള്ളൂ. പക്ഷേ സ്ലോ ലേണർ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ ഏരിയത്തിലും ഡിലേ, അതിലെല്ലാവർക്കും ഡിലേ ഉണ്ടാവും. സ്ലോ ലേണർ എന്ന് പറഞ്ഞാൽ അവർക്ക് അക്കാഡമിക്സിൽ മാത്രമല്ല, പൊതുവെ എല്ലാ ടാസ്കിലും അവർ സ്ലോ ആയിരിക്കും. മനസ്സിലായോ? പക്ഷെ അവർക്ക് IQ ഉണ്ട്. സ്പീഡ് മാത്രമാണ് കുറവുള്ളത്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കീ ഫാക്ടർ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ ലേണറിന്റെ പ്രശ്നം എബിലിറ്റി അല്ല, അവരുടെ സ്പീഡിലാണ്. ആ സ്പീഡാണ് നമ്മൾ കൂട്ടേണ്ടത്. അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടത്. പക്ഷെ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് സ്പെസിഫിക് ഏരിയയിൽ തന്നെ ട്രെയിനിങ് കൊടുക്കണം, എങ്കിലേ റെഡി ആവുള്ളൂ. റീഡിംഗ് ആണെങ്കിൽ റീഡിങ്ങിന്റെ തന്നെ കൊടുക്കണം, റൈറ്റിംഗ് ആണെങ്കിൽ റൈറ്റിംഗിന്റെ കൊടുക്കണം. അത് വേറെ കാറ്റഗറിയാണ്. അത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആദ്യം നമ്മൾ സ്ക്രീൻ ചെയ്യുന്ന സമയത്ത് ആദ്യം ഇവർക്ക് എന്താ പ്രശ്നം നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നാണ് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. LD ആണോ, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണോ, അല്ലെങ്കിൽ ചെറുതായിട്ട് പഠിക്കാനുള്ള ചിലപ്പോൾ എഴുതാൻ ചിലപ്പോൾ കുറച്ച് പതിയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പഠിക്കാൻ സ്ലോ ലേണർ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പൊ അത് നമുക്ക് ആ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഒരു IQ ടെസ്റ്റിന് എന്തായാലും എല്ലാത്തിനും IQ ടെസ്റ്റിന് പോകുന്നതാണ് നല്ലതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ലൈക്ക് എന്താ പറയാ, അതൊരു എന്താ പറയാ, ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു ഇതിൽ ഞാൻ പറയല്ല, ബിക്കോസ് ഞാൻ സൈക്കോളജിസ്റ്റ് അല്ല. എന്നാലും സൈക്കോളജിസ്റ്റ്മാര് പൊതുവേ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലോ ലേണർ ആയിക്കോട്ടെ, അക്കാഡമിക്സിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടി ഒരു IQ ടെസ്റ്റ് എടുപ്പിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. IQ റേഞ്ച് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും, ആ കുട്ടിയുടെ ഏകദേശം ഒരു ഐഡിയ. IQ ടെസ്റ്റ് ഏത് ഏജാണ് ബെറ്റർ? എന്താണ് IQ ടെസ്റ്റ് ചെയ്യണത് ഏത് ഏജിലായിരിക്കും നല്ലത്? IQ ടെസ്റ്റ്? IQ ടെസ്റ്റ് മാത്രമല്ല, പല ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ആൻസർ ടിക്ക് നമ്മൾ വെസ്നർ സ്കെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻഫോർഡ് ബിനറ്റിന്റെ ചിൽഡ്രൻസിന്റെ ഉള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചില അസസ്മെന്റ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് അവരാ ചെയ്യുന്നേ. അങ്ങനത്തെ കുറച്ച് ടെസ്റ്റുകളുണ്ട്. IQ അല്ലാതെ കുട്ടികൾക്ക് പല പല ഇതുപോലെ എന്താ പറയാ, ഇപ്പൊ ചെക്ക് ലിസ്റ്റുകൾ ആയിക്കോട്ടെ, ക്വസ്റ്റനൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ക്രീൻ ടെസ്റ്റുകൾ ആയിക്കോട്ടെ, കുറച്ച് സ്കെയിൽസ് ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഓരോ കുട്ടികൾ, നമ്മളിപ്പം ഒരു കുട്ടിക്ക് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണെന്ന് നമുക്ക് ഡൗട്ട് തോന്നിയാൽ നമ്മളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടുന്നതാണ് നല്ലത്. അവരാണ് ബാക്കി അസസ്മെന്റ് ആയിക്കോട്ടെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുവഴി അവർക്ക് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണെങ്കിൽ അതൊരു ആ ഒരു രീതിയിൽ തന്നെ സൈക്കോളജിസ്റ്റിന്റെ ഒരു അണ്ടറിൽ തന്നെ അവരെ എന്താ പറയാ തെറാപ്പീസ് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു ലേണിംഗ് ഡിസബിലിറ്റിയോ സ്ലോ ലേണിംഗോ ആണെങ്കിലും റെമഡിയൽ ട്രെയിനറിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ സ്പീച്ച് ഡിലേ ഒക്കെ ആണെങ്കിൽ അവരുടെ രീതിയിൽ സ്പീച്ച് ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ അടുത്തേക്കോ ഒക്കെ പോകുന്നതായിരിക്കും നല്ലത്. പക്ഷെ എന്തായാലും IQ ടെസ്റ്റ് എന്തായാലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളാണ് ചെയ്യുന്നത് എന്നാണ് എന്റെ ഒരു അറിവ്. പൊതുവെ IQ ടെസ്റ്റ് ഇപ്പൊ സൈക്കോളജിസ്റ്റ് എന്താണ് ഏജ് കറക്റ്റ് എത്ര വരും? ഏജ് എന്ന് പറയുമ്പോഴത്തേനും ഒരു എന്താ പറയാ, ഒരു തേർഡ് മുതലൊക്കെ ചെയ്യാൻ പറ്റും തോന്നുന്നു. ലൈക്ക് ഇപ്പൊ ഒരു കൊഗ്നിറ്റീവ് എബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 3 years മുതൽ IQ ടെസ്റ്റുകൾ ചെയ്യാം. 3.5 years മുതൽ IQ ടെസ്റ്റുകൾ ചെയ്യാം. നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ആവുമ്പോൾ ആദ്യം IQ ടെസ്റ്റ് ചെയ്യും. അതിൽ എബവ് 90 ഉണ്ട് എങ്കിൽ നെക്സ്റ്റ് ലേണിംഗ് ഡിസബിലിറ്റിയുടെ അസസ്മെന്റിന് പോകും. അതിൽ ഗ്രേഡ് ലെവൽ അസസ്മെന്റ്സ് കുറേ ഉണ്ട്. അത് ചെയ്തിട്ടാണ് ലേണിംഗ് ഡിസബിലിറ്റി കൺഫേം ചെയ്യുന്നത്. IQ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബിലോ 90 ആണ് എങ്കിൽ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ടെസ്റ്റിന് പോവില്ല. അതിനെ ID ആയിട്ട് കൺസിഡർ ചെയ്യും. നമ്മൾ IQ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ഒരു 6 to 8, അതായത് എബവ് 6 yearsൽ IQ ടെസ്റ്റ് ചെയ്യുന്നതാണ് അപ്രീഷ്യബിൾ. അപ്പോഴാണ് കുറച്ചും കൂടെ സ്റ്റേബിൾ ഏജ് എന്ന് പറയുന്നത്.
ഡിപ്പെൻസ് ഓൺ ദ നീഡ് ആണ്. ചില കുട്ടികളിൽ ഓട്ടിസം സസ്പെക്ട് ചെയ്യും, ID സസ്പെക്ട് ചെയ്യും. അങ്ങനെയുള്ള ഏർലി ഐഡന്റിഫിക്കേഷൻ നമ്മളിപ്പോൾ 3.5 ഒക്കെ മുതൽ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ അതിൽ ഇന്റർവെൻഷൻസ് ഏർലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട് നമ്മൾ അസസ്മെന്റ്സ് നേരത്തെ ചെയ്യുമ്പോൾ. പക്ഷെ ഈ 3 വയസ്സിലൊക്കെ IQ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് എത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കും? ലൈക്ക് ഇപ്പോ എന്താ പറയാ, അതിന് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, കുട്ടിക്ക് കൊഗ്നീഷൻ ഒരു ലെവൽ എത്തി, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഏജ് ഒക്കെ എത്തി കഴിയുമ്പോഴല്ലേ അവർക്ക് ആ ഒരു ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു ആക്യുറസി നമുക്ക് കിട്ടുള്ളൂ. തേർഡിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ വേരി ചെയ്യാലോ, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് IQ അസസ്മെന്റ്സ് മിക്കതും അത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ 6 ഇയേഴ്സിന് കൊടുക്കുന്നതല്ല 3 ഇയേഴ്സിന് കൊടുക്കുന്നേ, ഇല്ലെങ്കിൽ 10 ഇയേഴ്സിൽ കൊടുക്കുന്നതല്ല. അത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. ഹലോ മാം. നമ്മൾ PhD-യിൽ ഇപ്പൊ 2 തരത്തിലാണ് നമുക്ക് ഇഷ്യൂ വരുന്നത്. ഒന്ന് ഹൈപ്പർ ആക്റ്റീവ്, പിന്നെ അതേപോലെ തന്നെ അപ്പോ ADHD-യിൽ തന്നെ ഹൈപ്പർ ആക്റ്റീവ് ആവാതെ അറ്റൻഷനിൽ മാത്രമായിട്ട് ഇഷ്യൂ വരുന്നുണ്ടാവും. അതായത് ഇപ്പോൾ മെയിനായിട്ട് പഠനത്തിൽ തന്നെ ആവും ഈ വിഷയം വരുന്നുണ്ടാവും. അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റിയിൽ തന്നെ മെയിനായിട്ട് ഈ ലേണിങ്ങിൽ. അപ്പോൾ ഈ ADHD-യിലും ഈ അവസ്ഥ ഹൈപ്പർ ആക്റ്റീവ് ആവാതെയുള്ള അവസ്ഥയും പിന്നെ ഈ ലേണിംഗ് ഡിസബിലിറ്റിയിലും ഇത് രണ്ടും എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? ഓരോ സിംറ്റംസ് അല്ല അവിടെ രണ്ട് സ്ഥലത്തും കണ്ടുവരുന്നത്. അതായത് ഇപ്പം ADHD എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റിയും റെസ്ലെസ്നെസ്സും ഒക്കെ കാണിക്കുന്ന, ഇതെല്ലാം കോമ്പൻസേറ്റ് ചെയ്താണ് വരുന്നത്. ഇപ്പൊ ADHD ഉള്ള എല്ലാ കുട്ടികളും ഈ പറഞ്ഞ പോലെ ഇതെല്ലാം കാണിക്കണം എന്നില്ല. ചില കുട്ടികൾ റെസ്ലെസ് ആയിരിക്കും, ചിലവർ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ചിലർക്ക് അറ്റൻഷൻ കുറവുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പൊ പറഞ്ഞ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് അറ്റൻഷൻ കുറവ് കൊണ്ടല്ല അവർക്ക് ഒരു പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ അറ്റൻഷനോ അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഹൈപ്പർ ആക്റ്റീവോ ഇമ്പൾസിവിറ്റിയോ അതും കൂടെ ചേർന്ന് വരിക്കാൻ അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ADHD പ്രശ്നമുണ്ട്, ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറിന്റെ പ്രശ്നമുണ്ട്, ഈ ഫിറ്റ്സ് പോലെ സീഷറിന്റെ പ്രശ്നമുണ്ട്, അതിന്റെ ഒപ്പം തന്നെ ഡിസ്ഗ്രാഫിയും ഉണ്ട്. 3 കൂടെ കോമ്പൻസേറ്റ് ചെയ്ത കേസായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പൊ എനിക്ക് 3ന്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ ഡേയും എനിക്ക് അതിന്റെ ട്രെയിനിങ് കൊടുക്കേണ്ടി വന്നു. ഡിസ്ഗ്രാഫിയും ഉണ്ട്, പുവർ ഹാൻഡ് റൈറ്റിംഗ് ആണ്, അതുപോലെ തന്നെ എന്താ പറയാ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട്, 1.5 വർഷമായിട്ട് സീഷറിന്റെ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, അതിന്റെ കൂടെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്, ദേഷ്യമാണ്, ഭയങ്കര അഗ്രസീവ് ആണ്. ഇതെല്ലാം കൂടെ കോമ്പൻസേറ്റ് ചെയ്ത് വന്ന കേസാണ്. അങ്ങനെയും വരാറുണ്ട്, അങ്ങനെയും കുട്ടികൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിച്ചുകൂടാന്നില്ല, എല്ലാം കോമ്പൻസേറ്റ് ചെയ്തും വരാം. ADHD സിംറ്റംസ് ആയിരുന്നു കുറച്ച് കൂടുതൽ നിന്നിരുന്നത്. എഴുതുന്നതിനേക്കാളും കൂടുതലായിട്ട് ഡിസ്ഗ്രാഫിയേക്കാളും കൂടുതൽ മൈൽഡ് ഡിസ്ഗ്രാഫിയ, പക്ഷെ അവന് കൂടുതൽ നിന്നിരുന്ന ADHD സിംറ്റംസ് ആയിരുന്നു. എല്ലാത്തിനും ദേഷ്യമാണ്, പ്രശ്നമാണ്, എല്ലായിടത്തും അടി ഉണ്ടാക്കാൻ പോവാ, വഴക്കുണ്ടാക്കുക, ഒച്ച ഉണ്ടാക്കുക, ദേഷ്യപ്പെടുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു. ഇത് 3ഉം കോമ്പൻസേറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് എന്താ പറയാ സിംറ്റംസ് എടുക്കുക, പ്രസന്റിങ് കംപ്ലയിൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഫൈൻഡിങ്സ് എന്നുള്ളത് എഴുതി വെക്കുക എന്നുള്ളത്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മെഡിക്കൽ ഹിസ്റ്ററി നോക്കുക, എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി എടുത്തിട്ടുണ്ടോ, മുന്നേ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്ന ആളാണോ, അങ്ങനെ എടുത്തപ്പോഴാ മരുന്ന് എടുക്കുന്ന കാര്യം മനസ്സിലായത്. സോ അത് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് തന്നെ സിംറ്റംസ് കേൾക്കുമ്പോൾ നമുക്കത് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എനിക്ക് തോന്നുന്നു ആള് ചോദിച്ചത് ADHD തന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിട്ട് മാത്രം വരുമോ അതോ അത് കമ്പൈൻഡ് മാം അതാണ് ഞാൻ ചോദിച്ചത്. വരുമോ എന്നാണ് ലേണിംഗ് ചോദിച്ചത്. ഡിസബിലിറ്റിയിൽ നമുക്ക് ഈ വിഷയം വരുന്നുണ്ടാവില്ല, പക്ഷെ നമ്മൾ ADHD-യിൽ 2 തരത്തിലാണ് വരുന്നത്. ഒന്ന് ഹൈപ്പർ ആക്റ്റീവും പിന്നെ രണ്ടാമത്തത് അറ്റൻഷനും. ഈ ഹൈപ്പർ ആക്റ്റീവ് ആവാതെ ചില കേസുകളുണ്ട് അറ്റൻഷന്റെ ഇഷ്യൂ മാത്രമായിട്ട് വരുന്നത്. അപ്പൊ ഇത് രണ്ടും നമുക്ക് എങ്ങനെ തിരിച്ചറിയാനാണ് ചോദ്യം. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേനും അവർ ഹൈപ്പർ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ കൂടെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അക്കാഡമിക് പ്രോബ്ലം കൂടെ ഉണ്ടാവും. ഓക്കെ, പക്ഷെ ADHD ഉള്ള കുട്ടികൾ പുവർ അക്കാഡമിക്സ് കാണിച്ചാലും അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ മാത്രം ആയിരിക്കും, ഓവറോൾ കാണിക്കാറുണ്ട്. അതിന്റെ കൂടെയാണ് അവർ ഈ ഹൈപ്പർ ആക്റ്റീവും ഇമ്പൾസിവിറ്റിയും കൂടെ കാണിക്കുന്നത്. ഓക്കെ, ADHD-യിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് മാത്രമായിട്ടും വരാം, ഹൈപ്പർ ആക്ടിവിറ്റി മാത്രമായിട്ടും വരാം. അതായത് അതല്ലാതെ ഇത് 2 കമ്പൈൻഡ് ആയിട്ടുള്ള പോർഷനും ഉണ്ടായിരിക്കാം. പിന്നെ ADHD ഉള്ള കുട്ടികൾക്ക് തന്നെ LDയും കമ്പൈൻഡ് ആയിട്ട് വരുന്ന സിറ്റുവേഷനും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ രണ്ടും അറ്റൻഷനും വളരെ ബുദ്ധിമുട്ടാണ്, LD ഉണ്ട് എന്നുള്ള സിറ്റുവേഷനിൽ നമ്മൾ അറ്റൻഷന്
വേണ്ടിയിട്ടുള്ള ഇന്റർവെൻഷൻസ് ഫസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എൽഡിയും കൂടെ കൺസിഡർ ചെയ്യുന്നത്. അതിനുള്ള ഇന്റർവെൻഷൻസും കൂടെ പ്ലാൻ ചെയ്യേണ്ടി വരുന്നത് തോന്നുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ADHD ലേണിംഗ് ഡിസബിലിറ്റിയും കമ്പൈൻ ചെയ്ത് വരുന്ന കേസസും ഉണ്ട്. ലേണിംഗ് ഡിസബിലിറ്റിയിൽ ലേണിംഗിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് അക്കാഡമിക്സിൽ എന്തെങ്കിലും പ്രോബ്ലം അവിടെ ഉണ്ടാവും. എങ്കിൽ മാത്രമേ അത് അക്കാഡമിക് പ്രശ്നമായില്ല ലേണിംഗ് ഡിസബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇപ്പം ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് വരുന്ന ഒരു കുട്ടിക്ക് കൂടുതലായിട്ട് നിൽക്കുന്നത് എന്താ പറയുക അറ്റൻഷനും ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൾസിവിറ്റിയും ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ADHD പരമായിട്ട് ശ്രദ്ധക്കുറവ് കാരണം അറ്റൻഷൻ പ്രോബ്ലം ഉണ്ടാവുന്നതുകൊണ്ടാണ് അവിടെ ആ ഒരു ലേണിംഗ് പ്രോബ്ലം വരുന്നത്. അപ്പൊ അത് ADHD ആയിട്ട് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. പക്ഷെ എന്താ പറയുക ലേണിംഗ് ഡിസബിലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഏരിയയിൽ ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ് ഉണ്ടാവും. അവിടെ റൈറ്റിംഗിലോ റീഡിങ്ങിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അതിന്റെ കൂടെ കോമ്പൻസേറ്റ് ചെയ്ത് ADHD എന്ന് പറയുന്ന ഡിസോർഡറും കൂടി കമ്പൈൻ ചെയ്ത് വരാറുണ്ട്. അതാ ഞാൻ ആദ്യം ആ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ മാം, ക്ലിയർ ആണ്. ഒരു റെമഡിയൽ ട്രെയിനർ എന്ന നിലക്ക് നമുക്ക് ഇതുപോലുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് റെഫർ ചെയ്തിട്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് വിട്ടിട്ട് അവർ കൺഫേം ഡയഗ്നോസിസ് ചെയ്തിട്ട് നമ്മളിലേക്ക് വീണ്ടും ആ ഒരു റെമഡിയേഷന് വിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് അവർക്ക് ഇന്റർവെൻഷൻസ് കൊടുക്കാൻ പറ്റും. അതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്കിപ്പോൾ നമുക്ക് അസസ്മെന്റ് ചെയ്യാനുള്ള റൈറ്റ് നമുക്കില്ല. കാരണം അത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളാണ് പൊതുവെ അസസ്മെന്റ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ ഇപ്പൊ IQ ടെസ്റ്റ് ഇതുപോലെയുള്ള കാര്യങ്ങളും ഈ സ്കെയിൽസ് യൂസ് ചെയ്യുന്നതും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എന്താ പറയാ ആപ്ലിക്കേഷൻസ് വഴി പ്രാക്ടിക്കൽ നോളജ് കൂടുതൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾക്കാണ്. അവരങ്ങനെ ഒരു റെമഡിയൽ ട്രെയിനറിന്റെ അടുത്ത് പോയി ഇങ്ങനത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു സപ്പോർട്ട് റെമഡിയൽ ട്രെയിനിങ്ങിന്റെ നല്ലതാണ് എന്ന് പറയുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ആസ് എ റെമഡിയൽ ട്രെയിനർ പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ പറഞ്ഞ് അസസ് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് കറക്റ്റ് ഇത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാം. ഇതാണ് കറക്റ്റ് രീതി ചെയ്യേണ്ടത്. അതെ, കാരണം ഇത് നമ്മൾ ഡൗട്ട് വെച്ചിട്ട് ഒരിക്കലും അവരെ ഇതാണ് എന്ന് പറയുന്നതിനേക്കാൾ അത് തെറ്റാണ്. ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഡൗട്ട് നമ്മൾ ഒരു റെമഡിയൽ ട്രെയിനർ എന്ന നിലക്ക് നമുക്ക് അങ്ങനെയുള്ള ഡൗട്ട്സ് വന്നാൽ തന്നെ ഇപ്പൊ ID നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പാരന്റ്സിന്റെ അടുത്ത് അത് പറയാം. അവരുടെ ആ ഒരു ഇത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പൊ നേരത്തെ ചോദിച്ചല്ലോ ഏജ് എങ്ങനെയായിരിക്കും അത് ടെസ്റ്റ് ചെയ്യുന്നത്, അത് അവര് ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇനിയൊരു നമുക്ക് സർട്ടിഫിക്കേഷന്റെ ആവശ്യം വരുന്ന സമയത്തായിരിക്കും ഇതിന് കൂടുതലൊരു ഇതുണ്ടാവുക. അപ്പൊ അത് അവര് തന്നെ പറയും ഏത് സമയത്ത് എത്ര ഏജിലാണ് ഇവരത് ചെയ്യേണ്ടത്, എന്നിട്ടേ അവരത് സർട്ടിഫൈ ചെയ്യുള്ളൂ. അപ്പൊ അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ തന്നെ ചേഞ്ചസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവര് പറയുന്നത് പോലെ നമുക്ക് റെമഡിയൽ ട്രെയിനറിന് അവരുടെ രീതിയിൽ നമുക്ക് ഇന്റർവെൻഷൻസ് കൊടുക്കാനും പറ്റും. പിന്നെ ഈ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു ആള് മാത്രമല്ല അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. ഒരു ഹാൻഡ് ടു ഹാൻഡ് വർക്ക് ആണത്. കാരണം അവിടെ ഒരുപാട് പേര് ഇൻവോൾവ് ആകുന്നുണ്ട്. സൈക്കോളജിസ്റ്റുകൾ ഇൻവോൾവ് ആണ്, അതുപോലെ തന്നെ റെമഡിയൽ ട്രെയിനേഴ്സ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റുകൾ. കാരണം അവർക്ക് ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസും ഇമ്പയർഡ് ആണ്, ഡെവലപ്മെന്റൽ ഏരിയാസ് എല്ലാം ഡിലേഡ് ആണ്. സോ അവർക്ക് എല്ലാ ഏരിയാസിലും സപ്പോർട്ട് വേണം. സോ അവരെ ഓക്കെ ആക്കണമെങ്കിൽ എല്ലാവരും ഹാൻഡ് ടു ഹാൻഡ്, കൗൺസിലേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും ഹാൻഡ് ടു ഹാൻഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് അവർക്ക് ഒരു ഫംഗ്ഷനിങ്ങിൽ ഒരു ഇത് റെഡിയായി വരുള്ളൂ. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ അത് കൺഫേം ആയാൽ ഒരു സൈക്കോളജിസ്റ്റിന് റെമഡിയൽ ട്രെയിനറിന് ത്രൂ പ്രോപ്പർ ഇന്റർവെൻഷൻ അത് ഓക്കെ ആക്കാൻ പറ്റും. അതാണ് IDയുടെ ഒരു കോർ പോയിന്റ് എന്ന് പറയുന്നത്. ID ഒരിക്കലും ഒരു റെമഡിയൽ ട്രെയിനർ മാത്രം വിചാരിച്ചാൽ റെഡി ആവില്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് ക്യൂറബിൾ അല്ല. സോ അത് അത്രയും ക്വാളിഫൈഡ് ഇനഫ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് വഴിയാണ് അത് മാനേജബിൾ ആകുള്ളൂ. സോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഈസ് ക്വാളിഫൈഡ് ഇനഫ് ടു ഡു സച്ച് ടെസ്റ്റ്. LDയും IDയും കൂടെ വന്നിട്ടുള്ള ഒരു കുട്ടിയുണ്ട് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ID ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്തപ്പോൾ ഉണ്ട്, ID ആണ് കുട്ടിക്ക്. അപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും അതുപോലെ തന്നെ കുട്ടി മെഡിസിനും എടുക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടറിന്റെയും ഒരു സജഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ റെമഡിയൽ ട്രെയിനിങ് ആ കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മളുടെ കയ്യിൽ മാത്രം ഒതുക്കി വെക്കാതെ അതിനെ റെഫർ ചെയ്ത് വിടുക. അതിനുശേഷം നമ്മളത് എടുക്കുക. റെമഡിയൽ ട്രെയിനിങ് എന്തായാലും ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഏത് ഇതിലുള്ള ഓട്ടിസമുള്ള കുട്ടികൾക്കാണെങ്കിൽ പോലും അവർക്ക് ഒക്യുപേഷണൽ തെറാപ്പി കൊടുക്കുന്നുണ്ടെങ്കിലും ചില ഏരിയാസിൽ ആ കുട്ടിയുടെ ലെവൽ അനുസരിച്ചിട്ട് നമ്മളുടെ റെമഡിയൽ ട്രെയിനിങ്ങും വേണ്ടി വരും. അപ്പോൾ അത് അതിനനുസരിച്ച് നമ്മളിലേക്ക് വരുമ്പോൾ അത് എടുക്കാം.
ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ്? അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാണ്. നേരത്തെ ഓട്ടിസത്തിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അതും ഒരു തെറാപ്പിസ്റ്റിന്റെ ആ ഒരു റോള് നമ്മൾ വീട്ടിൽ പാരൻസ് അത്രയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുറെ മാറ്റങ്ങൾ അവരിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് ഓട്ടിസത്തിന്റെ, ഷാബിൻ ഓട്ടിസം, അതുപോലെ ഷിജാസ് ഓട്ടിസം എന്ന് പറഞ്ഞിട്ട്. അതിൽ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അവര് നിരന്തരം അവരെ പാരൻസ് അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്, അവരുടെ ഡെയിലി ലൈഫിൽ വേണ്ടുന്ന കാര്യങ്ങൾ, അതിനുശേഷം അവർ കൃത്യമായിട്ട് ഓരോന്നിലും അതെടുത്ത് പറയും. അവരുടെ ബിഹേവിയറൽ ഈ ഒരു അഗ്രഷൻ ഉണ്ടായതും അതുപോലെ മറ്റുള്ളവർ ഉപദ്രവിക്കണം അങ്ങനത്തെ കാര്യങ്ങളിലും, പിന്നെ അവർ ഡെയിലി ലൈഫിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, അതിലൊക്കെ അവരുടെ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ്, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കുറേ മാറ്റങ്ങൾ വന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ആർക്കില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് മാം. നല്ല രീതിയിൽ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ഫീഡ്ബാക്ക് അറിയിച്ചതിൽ സന്തോഷം. എല്ലാവർക്കും താങ്ക് യു. പിന്നെ ഈ പറഞ്ഞ സ്ലോ ലേണർ, LD, ID എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞു തന്നു. വളരെ നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അതുപോലെ തന്നെ ഇനി എല്ലാ ആഴ്ചയിലും തിങ്കളും വ്യാഴവും നമുക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. അതിലൊക്കെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു മാം.